And now we are moving to ethics in journalism, the basic principles. So before that, for the news writing, I told about the basic principles for the writing news. Here we are going to discuss about the truthfulness, accuracy, etc., which are the basic principles that we have to follow in ethics in journalism. എന്താണ് truthfulness? സത്യസന്ധത അല്ലേ? Seek truth. സത്യം അന്വേഷിക്കൂ. സത്യം കണ്ടെത്തൂ. സത്യം റിപ്പോർട്ട് ചെയ്യൂ. Find truth and report it. Accuracy. Always verify the information you are getting, whether it is accurate. Like കിട്ടുന്നതിന് മുമ്പ് അടുത്ത വാട്സ്ആപ്പ് ഗ്രൂപ്പിലോട്ട് don't send. Journalists should never do that. Verify it. ഇത് സത്യമാണോ? ഇത് accurate fact ആണോ? ഇത് data accurate ആയിട്ടുള്ള എന്തെങ്കിലും data ആണോ? Verify ചെയ്യാനായിട്ട് ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട് നമ്മുടെ കയ്യിൽ. അല്ലെ? Fact checking is possible now. So ഇത് accurate ആണോ എന്ന് നോക്കുക. നോക്കിയതിന് ശേഷം മാത്രം മറ്റൊരാൾക്ക് കൊടുക്കുക. ആൻഡ് നമുക്ക് എന്തെങ്കിലും കാര്യം പെട്ടെന്ന് ഒരിടത്ത് എത്തിക്കണം എന്ന് കരുതി ഫേക്ക് ആയിട്ടുള്ള ഒരു സ്റ്റോറി എത്തിക്കാൻ പറ്റത്തില്ല. ഒരു ആക്സിഡന്റ് ഉണ്ടായി, ഒരു ബസ് കനാലിലേക്ക് മറിഞ്ഞു. 10 casualty happened in the accident and other 15 persons injured, and some of them are seriously injured. The died persons, there will be infants, children, women, men, transgenders, and some have only minor injuries. How will we report? We have to give the correct data over there. അല്ലെ? അല്ലെങ്കിൽ മരിച്ചവർ മാറിപ്പോകാൻ പറ്റത്തില്ല. Again, it is affecting lives of people. മറ്റുള്ളവരുടെ ജീവിതത്തിനെ ബാധിക്കുന്ന പ്രശ്നമാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. കൃത്യമായിരിക്കണം ഡേറ്റ. ഇന്ന വീട്ടിൽ ഇന്ന ആൾ ഇത്ര വയസ്സുള്ള ഇന്ന സ്ഥലത്ത് ആളാണ് മരിച്ചിരിക്കുന്നത്. അല്ലെ? അത് പുരുഷനാണോ സ്ത്രീയാണോ, മെയിൽ ഓർ ഫീമെയിൽ, children, which age, whose child, everything. It should be accurate. And how the incident happened, break, loss of brake, അല്ലെങ്കിൽ ബ്രേക്ക് നഷ്ടപ്പെട്ട് കനാലിലേക്ക് മറിഞ്ഞതാണ്, അത് അവിടെ മെൻഷൻ ചെയ്യാം. കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ള ഫിഗർ, ഫാക്ട്, എവറിത്തിങ് ഷുഡ് ബി ആക്യുറേറ്റ്. ആൻഡ് വാട്ട് ഈസ് ഒബ്ജക്ടിവിറ്റി? നെക്സ്റ്റ് പോയിന്റ് വി ആർ സെയിങ് അബൌട്ട് ദ ഒബ്ജക്ടിവിറ്റി. വസ്തുനിഷ്ഠമായ കാര്യം. പോർട്രേ ഇഷ്യൂസ് ആൻഡ് ഇവന്റ്സ് ഇൻ എ ന്യൂട്രൽ ആൻഡ് അൺബയസ്ഡ് മാനർ, റിഗാർഡ്ലെസ് ഓഫ് റൈറ്റേഴ്സ് ഒപ്പീനിയൻ. അവിടെയാണ് നമ്മുടെ റൈറ്ററിന്റെ ഒപ്പീനിയൻ ഒരിക്കലും നമ്മൾ ആഡ് ചെയ്യാൻ പാടില്ല. ആൻഡ് പേഴ്സണൽ ബിലീഫ്സ്, നമ്മുടെ പേഴ്സണൽ ബിലീഫ്സ് ആഡ് ചെയ്യാൻ പാടില്ല. ആൻഡ് ഇംപാർഷ്യാലിറ്റി. എന്താണ് ഇംപാർഷ്യാലിറ്റി? ദാറ്റ് ഈസ് നിഷ്പക്ഷത എന്ന് പറയും. അൺബയസ്ഡ് and balanced and fair objective types of reports or dissemination of news should be free from racism, fascism, sexism, prejudice and bias, etc. Then what is fairness? എന്താണ് fairness എന്ന് പറഞ്ഞാൽ? Fairness means ന്യായമായിട്ടുള്ള, justice. Stay with justice. That is exploring all sides of an issue. എല്ലാ വശങ്ങളും ചിന്തിക്കുക. ഒരു ന്യൂസിന്റെ എല്ലാ വശങ്ങളും എത്തിക്കുക ജനങ്ങളിൽ. നെവർ സ്ലാൻഡ് എ സ്റ്റോറി. ഒരു സ്റ്റോറി നമ്മൾ വളച്ചൊടിക്കാൻ പാടില്ല. നെവർ ട്വിസ്റ്റ് ദ ആംഗിൾ. സോ ന്യായബോധം, ബി വിത്ത് ജസ്റ്റിസ് ആൻഡ് എക്സ്പ്ലോറിംഗ് ഓൾ സൈഡ്സ് ഓഫ് എൻ ഇഷ്യൂ. എല്ലാ വശങ്ങളും ചിന്തിച്ച് എല്ലാ വശങ്ങളും ചേർത്ത് വേണം വാർത്ത എപ്പോഴും ബാലൻസ്ഡ് ആയിട്ട് വേണം കൊടുക്കുക. And public accountability. What is public accountability? നമുക്ക് ഉത്തരവാദിത്തം, നമ്മൾ റെസ്പോൺസിബിൾ പേഴ്സൺസ് ആയിരിക്കണം. ഉത്തരവാദിത്തം ഉണ്ടാകുക. If responsible towards the public and with the truth and facts and present things with truth and facts. And next person, next example. ഇവിടെ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ള ഒരാളായിരിക്കും അസാഞ്ചെ, ജൂലിയൻ പോൾ അസാഞ്ചെ. He is the founder of WikiLeaks.
വിക്കിലീക്സ് എന്ന് പറഞ്ഞ he was an Australian editor. വിക്കിലീക്സിന്റെ എഡിറ്റർ ആയിരുന്നു Julian Paul Assange. He was a publisher and activist who founded the WikiLeaks in 2006. 2006 ഇത് ഫൗണ്ട് ചെയ്തത്. And WikiLeaks get international attention in 2010. So when it published a series of leaks provided by the US Army intelligence, by the intelligence analyst Chelsea Manning. So she shared some of the army intelligence information to the WikiLeaks. അത് കംപ്ലീറ്റ് ആയിട്ട് ലോകം മൊത്തം അറിയുന്ന വിധത്തിൽ ആ ഇൻഫർമേഷൻ എല്ലാ മീഡിയയിലും വിക്കിലീക്സ് ആണ് അത് ഫസ്റ്റ് ഡിസ്ക്ലോസ് ചെയ്യുന്നത്, ബാക്കി എല്ലാ മീഡിയയിലും ഇത് കവർ ചെയ്യും. ആൻഡ് അനദർ തിങ്, വേറെ ഒരു ഇമ്പോർട്ടൻറ്റ് ഇൻസിഡന്റ് ഉണ്ടായത് US ഹെലികോപ്റ്റർ കില്ലിംഗ് ഇന്നസെന്റ് സിവിലിയൻസ്. ആ സിവിലിയൻസിനകത്ത് 2 ജേർണലിസ്റ്റ് ഉണ്ടായിരുന്നു. കുറച്ച് ആ സിവിലിയൻസ് എന്ന് പറഞ്ഞാൽ അവിടെ വെറുതെ സംസാരിച്ചിരിക്കുന്ന ആർക്കും ഒരു ഉപദ്രവം ചെയ്യാത്ത സിവിലിയൻസിനെ US ഹെലികോപ്റ്റർ കില്ലിംഗ് അത് ഡിസ്ക്ലോസ്ഡ് ആയി. വേറെ ഗുണ്ടനാമോ ബേ എന്ന് പറഞ്ഞാൽ, ഗുണ്ടനാമോ ബേ ഇസ് എ ബിഗ് പ്രിസൺ, ഇറ്റ്സ് നിയർ ക്യൂബ. അവിടെയാണ് ഇറാഖ് ആൻഡ് അഫ്ഗാൻ പ്രിസണേഴ്സ് were taken and kept over there. അതിനകത്ത് they were civilians and terrorists. സിവിലിയൻസും ഉണ്ട്, ടെററിസ്റ്റും ഉണ്ട്, രണ്ടുപേരും. The severe torture was happening while questioning them. This information, this was exposed to the public domain. This reached the public domain. And war documents, WikiLeaks ആണ് പുറത്തു വിടുന്നത്. War documents, he exposed more than 90,000 war documents. Human rights violation happen ചെയ്തിട്ടുള്ള എല്ലാ ഇവന്റ്സും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് WikiLeaks exposed to public. And classified secret US documents, particularly US documents ആണ് കൂടുതലും ഇൻഫർമേഷൻ പുറത്ത് ലീക്കായ ഇൻഫർമേഷൻ. More than 4 lakhs documents from war site in Iraq. US troops knowingly killed civilians. Abuse of prisoners. Prisoner ആയിട്ട് കിട്ടുന്നവരെ ഉപദ്രവിക്കുന്ന detainees. അവരെ ഡീറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക, അവരുടെ പ്രിസണിൽ വെക്കുന്ന ആൾക്കാർ, അവർ അറസ്റ്റ് അല്ല അവർ കൊണ്ടുപോകുന്ന കടത്തിക്കൊണ്ടുപോകുന്ന ആൾക്കാർ. Then more than 2,50,000 US diplomatic cables, US and other countries' communication cables were cracked in between 1966 to 2010. വരെയുള്ള ഇത്ര കേബിൾ റിലേറ്റഡ് ആയിട്ടുള്ള സീക്രട്ട് കോഡിംഗ് എല്ലാം പോകുന്ന കേബിൾ വഴിയായിരുന്നു. അത് ക്രാക്ക് ഔട്ട് ചെയ്തു. ആൻഡ് ഇറ്റ് ഇസ് കോൾഡ് ആസ് കേബിൾ ഗേറ്റ് എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. ആൻഡ് ദോസ് തിങ്സ് വെയർ ഡിസ്ക്ലോസ്ഡ്. ദെൻ സീക്രട്ട് ഡ്രോൺ അറ്റാക്സ് in Yemen, killing civilians. Civilians-നെ കൊല്ലുന്ന ഡ്രോൺ അറ്റാക്ക് അത് US ആണ് ചെയ്തത്. And how Saudi pushed the United States to attack Iran. ഇറാനെ അറ്റാക്ക് ചെയ്യാനുണ്ട്, അത് പുറത്തു വിട്ടു. And in India, Enram, the Hindu editor, he published the WikiLeaks informations in Hindu regarding the Indian cables. ഇന്ത്യയിലെ പല രഹസ്യ വിവരങ്ങളും ചോർത്തിയെടുത്തിരുന്നു വിക്കിലീക്സ്. മറ്റുള്ള രാജ്യങ്ങളൊക്കെ ആയിട്ടുള്ള ചില കമ്മ്യൂണിക്കേഷനും ചില ഇടപാടുകളുടെയും ഒക്കെ ഡീറ്റെയിൽസ്. ഇത്തരം ബ്രേക്കിംഗ് ആയിട്ടുള്ള, അതായത് സമൂഹത്തിനെ ലാർജ് സ്കെയിലിൽ അഫക്റ്റ് ചെയ്യുന്ന ഇൻഫർമേഷൻസ് വളരെ സീക്രട്ട് ആയിട്ട് നടത്തിയിട്ടുള്ള മൂവുകൾ പലതും കറക്റ്റായിട്ട് കളക്ട് ചെയ്ത് ആ ഇൻഫർമേഷൻ എക്സ്പോസ് ചെയ്തതാണ് ഈ സത്യത്തിന് വേണ്ടി നിൽക്കുന്ന ഇങ്ങനെ ഒരാൾ ഇന്നും ജയിൽ ശിക്ഷ അനുഭവിക്കുന്നത്. He is a valiant campaigner for truth, endangered his life by putting the mass of sensitive information into the public domain.
വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള വാർത്തകൾ, പ്രധാനപ്പെട്ട കാര്യങ്ങൾ അത് ജനങ്ങളുടെ അടുത്ത് എത്തിച്ചത് കൊണ്ടാണ് ഇന്നും ജയിലിൽ കഴിയേണ്ട അവസ്ഥ വരുന്നത്. പക്ഷെ ഇതൊന്നും കണ്ട് നമ്മൾ തളരാൻ പാടില്ല. ജൂലിയൻ അസാഞ്ചെ ഇന്നും തളർന്നിട്ടില്ല. ഇന്നും സത്യത്തിന് വേണ്ടി രോഗിയാണ്, രോഗങ്ങൾ കൊണ്ട് ക്ലേശിക്കുന്നുണ്ട്, പക്ഷെ ഇന്നും സത്യത്തിന് വേണ്ടി നിലകൊള്ളാൻ മാത്രം ഇഷ്ടപ്പെടുന്ന ഒരു ജേർണലിസ്റ്റാണ്. അതാണ് അതിന്റെ ശരി. ഓക്കെ, ഹിസ് ആൻ ഇന്റൻസ് ഡ്രിവൻ ആൻഡ് ഹൈലി ഇന്റലിജന്റ് ആൻഡ് ആൻ എക്സെപ്ഷണൽ എബിലിറ്റി ടു ക്രാക്ക് കമ്പ്യൂട്ടർ കോഡ്സ്. അതാണ് പുള്ളിയുടെ പ്രത്യേകത. കമ്പ്യൂട്ടർ കോഡ്സ് ക്രാക്ക് ചെയ്യാനായിട്ട് ഈ ഭയങ്കരമായിട്ടൊരു എബിലിറ്റി ഉള്ള ഒരു വ്യക്തിയാണ്. So WikiLeaks always publishes confidential documents and images and making headlines around the world in 2010. When it released footage of showing the US soldiers, അതുവരെ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. US soldiers in our footage shooting dead 18 civilians, 18 civilians from a helicopter in Iraq. ഇറാഖിൽ വെടിവെച്ച് താഴെ ഇടുന്ന ആ ഇൻസിഡന്റ് once when it was revealed, അവിടെയാണ് പുള്ളിയുടെ ലൈഫിന് പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. First he was detained in UK and bailed, and then Swedish government issued an international arrest warrant over sexual allegations in August 2010. എന്താണ് ഇൻസിഡന്റ്? What was the incident? He visited Stockholm to give a lecture. During those times, he was trapped in a rape and molestation case. നമുക്കറിയാലോ, ഒരു സ്ത്രീ വിഷയത്തിലുള്ള ഒരു കേസിനകത്ത് ഒരാൾ അകപ്പെട്ടാൽ ഉറപ്പാണ് ജയിലിൽ പോകും. അതിന് എവിഡൻസ് ഉണ്ട്, പ്രൂഫ് ഉണ്ടെങ്കിൽ he will be jailed, he will be punished, no doubt. അത് ഏത് രാജ്യമാണ്. Okay, and he sought asylum in Ukrainian embassy in London to avoid extradition. പുള്ളി ഏറ്റവും ഭയപ്പെട്ടിരുന്ന ഒരു കാര്യമുണ്ട്. പുള്ളിയെ അമേരിക്കയിലേക്ക് നാട് കടത്തപ്പെടുമോ അല്ലെങ്കിൽ അവിടോട്ട് കൈമാറുമോ? ഈ രണ്ട് കാര്യങ്ങൾ പുള്ളി ഭയപ്പെട്ടിരുന്നു. നാട് കടത്തപ്പെടുകയല്ല, ഒരു രാജ്യം അമേരിക്കയ്ക്ക് പുള്ളിയെ കൈമാറി കൊടുക്കുമോ? അത് സ്വീഡിഷ് ഗവൺമെന്റിലാണ് ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിരുന്നത്. ബിക്കോസ് ഓഫ് ദാറ്റ് ഈ ഒരു എംബസിയിൽ, അഭയം തേടിയ എംബസിയിൽ he spent 7 years. And from there they arrested him later. Who arrested? British police arrested in 11th April 2019. And he feared any time he will be handed over to US. He will be put on trial for releasing the secret US document. US document പുറത്തു വിട്ടതിന് അവിടെ ട്രയൽ ചെയ്യപ്പെടുമെന്നും അവിടെ പണിഷ് ചെയ്യപ്പെടുമെന്നും നന്നായിട്ട് ഭയപ്പെട്ടിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ട്രംപ് കഴിഞ്ഞ ഇലക്ഷന് 2016 ഇലക്ഷന് അതിനകത്ത് ഒരു വാഗ്ദാനം എന്ന് പറയുന്നത് തന്നെ അസാഞ്ചെ അവിടെ കൊണ്ടുവന്നു ശിക്ഷിക്കും എന്നുള്ളതായിരുന്നു. കുറെ അധികം നീക്കങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. ബട്ട് എനിവേ ഹി ഈസ് സ്റ്റിൽ ഇൻ ദ UK in jail itself and put on trial for releasing secret US documents. And on May 1st, 2019, he was sentenced to 50 weeks in jail for breaching the bail conditions. Bail conditions breach പുള്ളി അതിന് വിരുദ്ധമായി പ്രവർത്തിച്ചുകൊണ്ട് പിന്നെയും കുറെ നാളും കൂടെ ജയിലിൽ. Rape case was again reopened. And US filed 17 new charges. 17 പുതിയ കേസുകൾ US പുള്ളിക്കെതിരെയുണ്ട് for violating the Espionage Act and related to the publication of documents in 2010. And later, rape case was withdrawn due to the lack of evidence. തെളിവുകൾ ഇല്ലാത്തതുകൊണ്ട് അതിന് ഇതായി. Meanwhile, his wife, he had a wife and she is a South African lawyer and he had 2 children. രണ്ട് young sons under. She is bringing up his children and she is doing everything for him. And United Nations, ഇതിന് ഇത്രയും നാള് ഇങ്ങനെ ഒരു ടോർച്ചറിലൂടെ കടന്നു പോയപ്പം United Nations interfered on Assange's complaint and said he should be allowed to walk free and compensated for deprivation of liberty. But it hasn't happened, and hope
truth will win. സത്യം ഡിസ്ക്ലോസ് ചെയ്യുന്നതിന് നമുക്ക് ആ ഒരു ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ആ കറേജിന് ഒരു കുഴപ്പവും വന്നിട്ടില്ല. സത്യം ഡിസ്ക്ലോസ് ചെയ്യാൻ തന്നെയാണ് നമ്മുടെ നിയോഗം. We are for the society to disclose truth. അതിനൊപ്പം നിൽക്കാനുള്ള മോറൽ പവർ നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ഇത് നിങ്ങൾ ആരും ഭയപ്പെടാനല്ല, ഇതുപോലൊക്കെയുള്ള പ്രശ്നങ്ങളും നേരിട്ട് വിജയിക്കുന്ന വാരിയർ ഫോർ ട്രൂത്ത്, സത്യത്തിന്റെ പടയാളിയാണ്. അങ്ങനെ ഒരു പടയാളി ആയിട്ട് വേണം നമ്മൾ സമൂഹത്തിൽ നമ്മൾ പ്രവർത്തിക്കാൻ. സത്യത്തിന് വേണ്ടി മാത്രം നിലകൊള്ളുക. Seek truth and report it. Again, we are pointing at ethical journalism should be accurate and fair. I mentioned what is accuracy, what is fairness, all these things. And journalists should be honest and courageous in gathering, reporting and interpreting information. This is what I told. And here now we are moving to A Feast of Vultures. This is a book written by the most important present condition, the present situation, the most important and excellent investigative journalist in India, Josie Joseph. Josie Joseph എന്ന് പറഞ്ഞാൽ ഇവിടെ നടക്കുന്ന പല കറപ്ഷൻസും സ്റ്റോറീസും എക്സ്പോസ് ചെയ്യുന്ന ഒരു അസാഞ്ചയുടെ കാറ്റഗറിയിൽ പെട്ട ഒരു ജേർണലിസ്റ്റാണ്, ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റാണ്. He was working for the Hindu first, and later on he was an independent journalist, and now he is the chief editor of Arimukh. Okay, so The Feast of Vultures now പുള്ളി എഴുതിയേക്കുന്ന ഒരു ബുക്കാണ്. ഇതെല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്. ഇറസ്പെക്റ്റീവ് ഓഫ് പൊളിറ്റിക്സ് എല്ലാം മാറ്റി വെച്ചിട്ട് ഒരു ജേർണലിസ്റ്റും ഉറപ്പായിട്ട് വായിച്ചിരിക്കേണ്ട നല്ലൊരു ബുക്കിലൊന്നാണ്. ഇവിടെ നമ്മുടെ നാട്ടില് എവ്രിവെയർ ബ്രോക്കർ ഡെമോക്രസി ഈസ് ഹാപ്പനിങ്. He exposed it to the world. For every deal, let it be arms, ammunition, weapons, chemical weapons, helicopter, cables, anything, for every deal happening in our country, we have a broker. അതിനകത്ത് ബാഹ്യമായി ഒരു ഇടനിലക്കാരൻ ഉണ്ട്. Irrespective of any government, ഏത് ഗവൺമെന്റ് ആയിക്കോട്ടെ, ഏത് സർക്കാർ ആയിക്കോട്ടെ, അങ്ങനെ ഒരു സംഭവം ഉണ്ട്. There is a broker, ഒരു ഇടനിലക്കാരൻ ഇന്ത്യയിലുണ്ട്. He revealed those stories, those broker democracy exposed to the world, all corruption stories he revealed, and he is a man who is standing with truth. സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു ജേർണലിസ്റ്റ് അല്ലേ? And now he is also facing some cases because of standing with truth. Like, truth is always bitter. Even though it's bitter, we should fight for truth. Like, it is bitter for whom? ആർക്കാണ് സത്യം കൈപ്പേറിയതാവുന്നത്? അത് ഇഷ്ടപ്പെടാത്തവർക്കാണ്, അല്ലെങ്കിൽ അത് അവർ ചെയ്തിട്ടുള്ള തെറ്റുകളെ ബാധിക്കുന്നവർക്കാണ് അത് ഇഷ്ടപ്പെടാത്തത്. But for the society, it's a sweet only. It's not bitter. Okay. And here, airlines. ഇവിടെ ഒരു എയർലൈൻസ് ആണ് ജോസി ജോസഫിനെതിരെ 1,000 crore filed for damaging compensation. He revealed അവരുടെ കുറെ ഡീലിംഗ്. He revealed it in that book. For that, they filed case against Josie Joseph. And he is also telling about the cronyism. What is cronyism? Unnecessary interference in market by an individual or a group of business people. ബിസിനസ് കൂടുതലും കീഴടക്കുക നമ്മുടെ രാജ്യത്ത് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ക്രോണിസം ഇസ് ഹാപ്പനിങ്. വി ആർ എ ഡെമോക്രാറ്റിക് സെക്യുലർ റിപ്പബ്ലിക് കൺട്രി. വി ഷുഡ് നോട്ട് give our country to some business people. അല്ലെ? കുറച്ച് ബിസിനസ്സുകാരുടെ കയ്യിലോട്ട് നമ്മുടെ രാജ്യം വെച്ചു കൊടുക്കാൻ പറ്റത്തില്ല നമുക്ക്. നമ്മൾ ജനാധിപത്യ രാജ്യമാണ്. ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട, ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ ഭരിക്കപ്പെടുന്ന രാജ്യമാണ്.
ഫോർ ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ അല്ലെ? ജനങ്ങൾക്ക് ജനാധിപത്യത്തിന് വേണ്ടിയുള്ള ഒരു രാജ്യമാണ്. ഓഫ് ദ പീപ്പിൾ. ആ ഒരു കാര്യത്തിന് ഒരു മാറ്റം സംഭവിക്കാൻ പാടില്ല. അവിടെ ക്രോണിസം റൂൾ ചെയ്യുമ്പോൾ കുറച്ച് പണമുള്ള ബിസിനസ്സുകാരുടെ കയ്യിലേക്ക് നമ്മുടെ ഇക്കണോമി കോൺസെൻട്രേറ്റ് ചെയ്യും. അത്തരം കാര്യങ്ങൾ മൊത്തം എക്സ്പോസ് ചെയ്യുന്ന ഒരു ബുക്കാണിത്. ഹി ഈസ് ആൻ ഇന്റലിജന്റ് ജേർണലിസ്റ്റ് and he has exposed all this and he is doing an excellent job. Okay, and so we have to take responsibility for the accuracy in our work. നമ്മുടെ ജോലിയിലെ കൃത്യതയ്ക്ക് നമ്മൾ തന്നെ റെസ്പോൺസിബിൾ ആയിരിക്കണം. അത് പഠിക്കുന്ന കാലം തുടങ്ങി. Once you decide to learn journalism, you are a journalist. You can start writing. You can start publishing. You can bring out tabloids. You can bring out news, small newspapers. You are a journalist now. So you have to take responsibility for the accuracy of our work. You have to check whether you are revealing accurate information. Also verify the information before this. I told you earlier itself. Again and again, I'm telling this to register in your brains. When you're working, verify the informations before releasing it. Always verify it and use original sources whenever possible. Okay, ഇത് കൃത്യമായ സോഴ്സുകൾ ആയിരിക്കണം. അല്ലാതെ വേറൊരാൾ പറഞ്ഞ സോഴ്സിൽ നിന്ന് നമ്മളൊരു വാർത്ത എഴുതിയാൽ നമുക്ക് പലപ്പോഴും ഫാക്ടിനകത്ത് ഒരു ഡിസ്റ്റോർഷൻ സംഭവിക്കും. So always stick on to the origin. You yourself witness. You yourself check whether it is truth. Then disclose it. News agencies provide ചെയ്യുമ്പോൾ നമുക്ക് അത് ചെയ്യാൻ പറ്റത്തില്ല. അല്ലാത്ത കുറച്ച് കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. So here we are going to discuss another fact, another example. Corona, India was hit by corona, as other parts of the world were also hit by corona, and still the situation is very bad. That's why we are learning online now. So what happened here? Ramdev, he is claiming that he have a medicine for corona. He have done some trials of Coronil, conducted pan-India trials of Coronil. Coronil is the medicine. ഇവിടെ Coronil എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്. And he promises 100% of recovery in 7 days. So can anybody tell me what are the number of cases in India till today? Corona cases? Anybody? ഉറങ്ങിപ്പോയോ? Hey, journalism students, please respond. Journalist members. Okay, so I will tell myself. So 96 lakhs of cases. There are 96 lakhs of cases. Now, നമ്മുടെ സിറ്റുവേഷനിൽ ഇപ്പൊ 96 ലാക്സ് ആൾക്കാർ അഫക്റ്റഡ് ആണ് കൊറോണ കൊണ്ട്. ഈ ഒരു മെഡിസിൻ എഫക്റ്റീവ് ആയിരുന്നെങ്കിൽ ഇത്രയും സിറ്റുവേഷൻ ആവത്തില്ലായിരുന്നല്ലോ, അല്ലെ? അപ്പൊ ഇവിടെ ഒരു വയലേഷൻ നടന്നിട്ടുണ്ട്. ഇവിടെ ഒരു ലീഗൽ ആയിട്ടുള്ള ഒരു വയലേഷൻ തന്നെ ഈ ഒരു മീഡിയ done. What is that violation? They violated Drugs and Magic Remedies Act. അല്ലെ? Drugs and Magic Remedies Actനകത്ത് പറയുന്നുണ്ട് scientifically proven, everything what is scientifically proven ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ന്യൂസിലോ ഇൻഫർമേഷൻ അഡ്വർടൈസ്മെന്റ്സിലോ ഒക്കെ നമ്മൾ ജനങ്ങളുടെ അടുത്ത് എത്തിക്കാൻ പാടുള്ളൂ. That should be truth. സയന്റിഫിക്കലി ഒരു എക്സ്പെരിമെന്റ്സ് നടത്തിയിട്ടില്ല, ഒരു ട്രയലും നടത്തിയിട്ടില്ല, സ്റ്റഡി ഇല്ല. കേസസ് അതിന്റെ ട്രയൽ നടത്തുന്ന ഡേ മുതൽ അതിന്റെ ഇമ്പാക്ട്, അതിന്റെ ആഫ്റ്റർ ഇഫക്ട്സ്, സൈഡ് ഇഫക്ട്സ്, എവറിത്തിങ് ദേ ഷുഡ് ടെൽ ടു ദ പബ്ലിക്. ദിസ് ഹാപ്പൻ, ദ ട്രയൽ ദിസ് ഡേ. അത് അങ്ങനെ ഒരു കാര്യങ്ങളൊന്നും ചെയ്യാതെ
What did that particular news channel? So the news channel, see, that person who want to give an advertisement, he will do it. Of course, he want to capture the market. But media people, whether it is right to do such things, അത്തരം കാര്യങ്ങൾ മാധ്യമങ്ങൾ ചെയ്യുന്ന ശരിയാണോ, അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. Whether they done a right thing. Media supported without any scientific evidence and fact checking, whether it is good or not. So recently another issue, honey is they are using the Chinese jaggery instead of original honey, and they are marketing Dabur, Ramdev's honey, all those things. ഇതുപോലുള്ള കുറേ ബ്രാൻഡുകൾ വന്നിട്ടുണ്ട്. But still the advertisements are running. Ads are still running in print media, in electronic media, in online media. So this is actually violation of Drugs and Magical Remedies Act. നമ്മുടെ നിയമപ്രകാരം നമ്മുടെ നിയമങ്ങൾ ലംഘിക്കരുത് എന്ന് നമ്മൾ കൃത്യമായി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. And for why they are doing all these things? എന്തുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്? For revenue, for money making process. Media is not interfering in this sort of law violation and should not do unethical practices. ഇത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. And see, this is one of our webinar we conducted in our college. ഇത് എന്തുകൊണ്ടാ പറയുന്നതെന്ന് ചോദിച്ചാൽ, നമുക്ക് UNESCO, we are conducting webinars on basis of the guidance from UNESCO and Constructive Institute. അപ്പോൾ അവരുടെ ഒരു ഗൈഡൻസ് നമുക്ക് നമ്മൾ വെബിനാർ നടത്തുമ്പോൾ നമുക്കുണ്ട്. And Guy Berger, he is the Director of Communication and Information, Secretary of IPDC UNESCO. And all others were the lead journalists. They were the part of the topic you can check, countering fake news, misinformation and sensationalism. അതായിരുന്നു നമ്മുടെ ടോപ്പിക്. ആൻഡ് യുനെസ്കോ ഇപ്പം ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള മീഡിയ അപ്രോച്ച് ചേഞ്ചസ് കൊണ്ടുവരുന്നുണ്ട്. അതില് യുനെസ്കോ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല്, we have to stay with truth. We should not sensationalize news. We should never give misinformation to the society. Never do disinformations. അല്ലെ, നമ്മൾ തെറ്റായ വാർത്തകളും തെറ്റായ വിവരങ്ങളും ജനങ്ങൾക്ക് കൊടുക്കരുത്. ശരിയുടെ ഭാഗത്ത് നിന്ന് ശരിയായ രീതിയിൽ ഫ്യൂച്ചർ ജേർണലിസ്റ്റുകളെ അങ്ങനെ ഷേപ്പ് ചെയ്ത് കൊണ്ടുവരണം. എല്ലാ അധ്യാപകർക്കും, എല്ലാ വിദ്യാലയങ്ങൾക്കും, എല്ലാ ക്ലബുകൾക്കും, എല്ലാ വിദ്യാർത്ഥികൾക്കും അതിനൊരു നല്ലൊരു പങ്കുണ്ട്. ശരിയുടെ കൂടെ നിന്ന് നമ്മളെ എത്തിക്കൽ പ്രാക്ടീസിലൂടെ നമ്മുടെ ക്വാളിറ്റി, നമുക്ക് നഷ്ടപ്പെട്ട ഒരു വിശ്വാസമുണ്ട്. നമ്മുടെ ജേർണലിസ്റ്റുകളെ പ്രസ്റ്റിറ്റ്യൂട്ട്സ് എന്ന് വിളിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഹൗ ഇറ്റ് ഹാപ്പൻഡ്? ബിക്കോസ് പീപ്പിൾ ലോസ്റ്റ് ട്രസ്റ്റ് ഇൻ us. നമ്മുടെ വിശ്വാസ്യത്തെ നമ്മൾ തന്നെ നഷ്ടപ്പെടുത്തി. We have to gain it. We have to be a credible journalist. We have to share credible journalism to people and to the children and to the world. വാർത്ത കാണരുത് എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാവരുത്, അല്ലെ? ബിക്കോസ് ഓഫ് ബ്രേക്കിംഗ് കൊറോണ കാരണം ഇന്ന് 20 പേരാണ് ഇന്ന് ഇവിടെ മരിച്ചത്. കൊറോണ അതിശക്തമായ രീതിയിൽ നമ്മുടെ നാട്ടിൽ പടരുകയാണ്. Meanwhile, hey, hello, please stop. Meanwhile, just check how many people recovered from corona. എത്ര പേര് അതിന് രക്ഷപ്പെട്ടു വന്നു. And they are leading a careful life. Of course, there is some side effects after corona also. But there are people who recovered properly also. We should have some lifestyle changes after affecting all this disease. Let it be any disease. It is like that. So if we reflect the positive side, the constructive side of a news story, that will give a positive energy to the people to fight against this sort of disease. This is a pandemic.
സോ അതാണ് ജേർണലിസ്റ്റ് ഷുഡ് ഡു. ദാറ്റ് ഷുഡ് കം ഫ്രം അവർ ഹാർട്ട്. ആക്ച്വലി നമ്മുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ വരണം, നമ്മുടെ ആത്മാർത്ഥത. അല്ലെ, ചില വ്യക്തികളെ നമ്മൾ കണ്ടിട്ടുണ്ടോ, അവർക്ക് ആരോടും ആത്മാർത്ഥത ഉണ്ടാവില്ല. അവരുടെ ഫാമിലിയോട് ഉണ്ടാവില്ല, അവരുടെ സുഹൃത്തിനോട് ഉണ്ടാവില്ല, അവരുടെ സഹോദരനോട് ഉണ്ടാവില്ല, അവരുടെ കുട്ടികളോട് ഉണ്ടാവില്ല. Some people are like that. Maybe because of their life. അല്ലെങ്കിൽ ആ ലൈഫ് വാല്യൂസ് കിട്ടാതെ വളർന്നതുകൊണ്ടാവും. ബട്ട് ജേർണലിസ്റ്റ് ആകാൻ തീരുമാനിക്കുന്നത് നമ്മൾ ഒരിക്കലും അങ്ങനെ ആകരുത്. വി ഷുഡ് ലവ് പീപ്പിൾ, വി ഷുഡ് ബി കൈൻഡ് ഹാർട്ടഡ്. നമുക്ക് ദയ വേണം. വി ഷുഡ് സ്റ്റാൻഡ് ഫോർ ദ ഡൗൺട്രോഡൻ പീപ്പിൾ. ഓക്കെ, അതുകൊണ്ട് ഇവിടെ ഈ ഒരു കാര്യം നടത്തിയത് തന്നെ ടു ആസ്പയർ. ഈ നമ്മുടെ വെബിനാറിന്റെ ഒരു ലക്ഷ്യം തന്നെ അതായിരുന്നു. മിസ് ഇവിടെ നടത്തിയതുകൊണ്ട് ഇവിടെ ഒന്ന് പറയാന്ന് വിചാരിക്കരുത്, അതല്ല. ദിസ് ഇസ് ടു ആസ്പയർ ദ യങ് ഷേപ്പിംഗ് ജേർണലിസ്റ്റ്. വി ഷുഡ് പാർട്ടിസിപ്പേറ്റ് ഇൻ, യു ഓൾ ഷുഡ് പാർട്ടിസിപ്പേറ്റ്. ഇങ്ങനെ എവിടെ കണ്ടാലും, അത് ഇപ്പൊ ക്രൈസ്റ്റ് നഗർ കോളേജ് എന്നല്ല ഞാൻ പറയുന്നത്, എവിടെയാണോ എത്തിക്കൽ ജേർണലിസം, എവിടെയാണോ ഷേപ്പിംഗ് ഫ്യൂച്ചർ ജേർണലിസ്റ്റ്, എവിടെയാണോ കൗണ്ടറിങ് ഫേക്ക് ന്യൂസ്, മിസ്ഇൻഫർമേഷൻസ്, സെൻസേഷനലിസം, ഡിസ്ഇൻഫർമേഷൻസ്, ഇങ്ങനത്തെ എന്ത് പ്രോജക്റ്റ് കണ്ടാലും ചാടി വീഴുക. ബി ദ പാർട്ട് ഓഫ് ദാറ്റ്. ഡു ഗ്രേറ്റ് തിങ്സ്. Learn enough matters. Learn what is happening around the world, around you, and be a very true journalism lover and very true journalist. അങ്ങനെയായി മാറുക. അതിനുവേണ്ടിയാണ് ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ഇപ്പൊ ലോകത്തെ എല്ലാ മീഡിയ ഇൻസ്റ്റിറ്റ്യൂട്ടും നടത്തുന്നുണ്ട്. അപ്പൊ നമ്മള് ഇതുപോലത്തെ ഒക്കെ കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് ഇനിഷ്യേറ്റീവ് എടുക്കാം. യു ക്യാൻ ടേക്ക് ഇനിഷ്യേറ്റീവ്. യു ക്യാൻ ഓൾസോ കണ്ടക്ട് എ വെബിനാർ. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലബ്ബ് നടത്തുന്നുണ്ട്, നിങ്ങളുടെ കോളേജസ് നടത്തുന്നുണ്ട്. ബട്ട് ആസ് എ യങ് ആസ്പയറിംഗ് ജേർണലിസ്റ്റ് യു ക്യാൻ ഓൾസോ ടേക്ക് ഇനിഷ്യേറ്റീവ്. ചെറിയൊരു ഏരിയ മതി, ചെറിയൊരു ഏരിയ ഫോക്കസ് ചെയ്ത് ഗുഡ് ജേർണലിസം അവിടെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ആൻഡ് റിമെമ്പർ ദാറ്റ് neither speed nor format excuses inaccuracy. ഞാൻ പറയും, പെട്ടെന്ന് ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് ഒരിടത്ത് എത്തിക്കണം എന്ന് കരുതി നമ്മൾ തെറ്റായ ഒരു വാർത്ത എത്തിക്കരുത്. ഇന്നാക്യുറേറ്റ് ആയിട്ടുള്ള ഒന്നും എത്തിക്കരുത്. പ്രൊവൈഡ് കോണ്ടെക്സ്റ്റ്. സിറ്റുവേഷൻ എന്താണ്, what is the situation, reveal it to the public and take special care not to misrepresent or oversimplify to promoting, previewing or summarizing a story. ഒരു സ്റ്റോറി പറയാനായിട്ട് ഒരു മിസ്റെപ്രസെന്റേഷൻ ഉണ്ടാകരുത് അവിടെ. ആ കോണ്ടെക്സ്റ്റ് കോട്ട് ചെയ്ത് തന്നെ ഇന്നതാണ് സംഭവം, ഇന്ന സാഹചര്യത്തിലാണിത്, അങ്ങനെ തന്നെ വേണം ആ സ്റ്റോറി അവിടെ എത്തിക്കാൻ. ഗ്യാദർ, അപ്ഡേറ്റ് ആൻഡ് കറക്റ്റ് ഇൻഫർമേഷൻ ത്രൂ ഔട്ട് ദ ലൈഫ് ഓഫ് ദ ന്യൂസ് സ്റ്റോറി. ആ ന്യൂസ് സ്റ്റോറിയുടെ തുടക്കം മുതൽ അവസാനം വരെ നല്ല രീതിയിൽ ശ്രദ്ധയോടെ ക്രിയേറ്റ് ചെയ്ത് വേണം പോകാൻ. ഓക്കെ, ആൻഡ് ബി കോഷ്യസ് വെൻ മേക്കിംഗ് പ്രോമിസസ്, ബട്ട് കീപ് ദ പ്രോമിസസ് ദേ മേക്ക് അല്ല വി മേക്ക്. അല്ലെ, ജേർണലിസ്റ്റ് ഒരു നാളെ ഇതേ സമയം ഇതിന്റെ മറ്റൊരു എപ്പിസോഡുമായി ഞങ്ങൾ എത്തും. അത് എപ്പിസോഡ് എത്തും. എന്തുകൊണ്ടാണ്? ബിക്കോസ് വി ഹാവ് സ്പോൺസേഴ്സ്. Otherwise we have to give them compensation, so we will reach. But if you are approaching, if you are reporting a news from any impact ഉണ്ടായോ അല്ലെങ്കിൽ ഒരു നാച്ചുറൽ കലാമിറ്റി ഉണ്ടായ ഏരിയയിൽ നിങ്ങൾക്ക് മാത്രമേ അവിടെ എത്തപ്പെടാൻ പറ്റുന്നുള്ളൂ. വേറെ ആരും ഇതുവരെ എത്തപ്പെട്ടിട്ടില്ല. അവരുടെ ലൈഫ്, കവളപ്പാറ ഇൻസിഡന്റ്, കവളപ്പാറയിൽ ജേർണലിസ്റ്റുകളാണ് അവിടുത്തെ ജനങ്ങൾക്കൊപ്പം ആദ്യം എത്തിയത്. 1-2 ജേർണലിസ്റ്റുകളാണ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സിവിലിയൻസ് ഓവർ ദെയർ. അപ്പൊ ഇന്നത്തെ സിറ്റുവേഷൻ എന്താണെന്ന് നമ്മൾ മണ്ണിന്റെ അടിയിലാണ്. 10-15ഓളം കുടുംബവും വീട്ടുകാരും എത്ര പേരും ഉണ്ടെന്ന് പോലും ആർക്കും അറിയില്ല. ഹൗ മെനി പീപ്പിൾ ആർ അഫക്റ്റഡ് വിത്ത് ദാറ്റ് നാച്ചുറൽ ഡിസാസ്റ്റർ എന്ന് ആർക്കും അറിയത്തില്ല. ആൻഡ് only person who is communicating to the world is you. And after reporting that day, ഒരാളെ മാത്രമേ പുറത്തെടുക്കാൻ പറ്റുള്ളൂ. What you will be giving them the promise, you will come tomorrow also, we will report it tomorrow. അല്ലെ, പിറ്റേ ദിവസം നിങ്ങൾ പോയില്ലെങ്കിൽ ആ പ്രോമിസ് നിങ്ങൾ ബ്രോക്ക് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾ ആ ചെയ്യേണ്ട ഡ്യൂട്ടി നിങ്ങൾ അവിടെ വെച്ച് ബ്രേക്ക് ചെയ്തു. വേറെ ആർക്കും ഇൻഫർമേഷൻ
Okay, of course, because of competition, journalists will reach there. That is one part. And other part, when you continue the story, always continue all the facts regularly as you made a promise. Okay. And identify the sources clearly. When you reveal the source news, always identify correct source ആണ്. Correct sources നിന്നാണ് ഈ ന്യൂസ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ട് വേണം ന്യൂസ് telecast or broadcast or print or publishing or anything. The public is entitled as much information as possible to judge the reliability and motivations of sources. നമ്മളിപ്പോ ഒരു കാര്യം നമുക്കിപ്പോ ഇവിടെ ഒരു കറപ്ഷൻ കേസ് ഇപ്പൊ നമുക്ക് റീസെന്റ് ആയിട്ട് ഒരു കറപ്ഷൻ കേസ് റണ്ണിങ്. വാട്ട് വിൽ വി ഡു? അതിനകത്ത് ഒരു ഫെമിനിൻ ഫിഗർ ആണ് വന്നേക്കുന്നത്. ഫസ്റ്റ് ഷീ ഗോട്ട് അറസ്റ്റഡ്. വാട്ട് വി ആർ ഡൂയിങ്? വി വിൽ ചെക്ക് ഓൾ ദ പോസിബിൾ ഇൻഫർമേഷൻസ്. We will read all the stories. What is the customs doing? What is the ED doing? What is the state vigilance doing? What is happening by what is happening? News story is written in the print media. What is written in the television? All these things we will be monitoring. Why we are monitoring? Not because we are journalists. I'm not telling about the journalists. I'm telling about the people who are reading. They will be monitoring all those things. Why? Because they want to judge the reliability. ഇത് എത്രത്തോളം റിലയബിൾ ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് അത് ജഡ്ജ് ചെയ്യുന്നത്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വായിച്ചു കഴിയുമ്പോഴാണ് അല്ലെ. നമ്മള് when the corona started, ഈ ഹെൽത്ത് കമ്മ്യൂണിക്കേഷനോട് നല്ല ഒരു ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ട് I was reading some journals, health communication journals. So our journals it was mentioned ആദ്യം ഒരു 2000 people in Italy അങ്ങനൊക്കെ അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ട് affected ആയിട്ടുള്ളൂ. Then after reading it, ഇങ്ങനെ മൈൻഡിൽ ഒരു fear started coming. And that fear എന്തുകൊണ്ടാ വന്നത്? It is going to affect the entire world. I was very sure it is going to affect the entire world, human life. ഈ ഒരു സിറ്റുവേഷൻ അല്ല നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആൾക്കാർ ഈച്ച ചത്ത് വീഴുന്നത് പോലെ മരിച്ചു വീഴും എന്നൊരു ഫിയർ ആണ് ആദ്യം മനസ്സിലുണ്ടായത്. But later on, reading many articles, we understood that this is treatable. To some people only casualty will happen. To some persons will cure ആകും. Some persons recovery rate നന്നായിട്ട് immunity ഒക്കെ ഉണ്ടെങ്കിൽ recovery rate high ആയിരിക്കും. All these things. See, when people get any information, people will read many stories. They will collect. ഇപ്പൊ ഈ ഓൺലൈൻ മീഡിയയുടെ ഒരു ബെനിഫിറ്റ് തന്നെ അതാണ്. They will read all possible stories and they will be judging the story. Okay. And സോഴ്സസ് മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള സോഴ്സസ് ആണോ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആൾക്കാർ ഒന്ന് ശ്രദ്ധിക്കുന്ന നമ്മൾ ജേർണലിസ്റ്റുകൾ ശ്രദ്ധിക്കണം. അതല്ലാതെ അവരുടെ ബേസിക് ആയിട്ടുള്ള എന്തെങ്കിലും ബെനിഫിറ്റിന് വേണ്ടിയുള്ള ഒരു സോഴ്സ് ആണെങ്കിൽ വി ഷുഡ് ബി കെയർഫുൾ. ഓക്കെ. ആൻഡ് കൺസിഡർ ദ സോഴ്സസ് മോട്ടീവ്സ് ബിഫോർ പ്രോമിസിങ് അനോണിമിറ്റി. അല്ലെ, അനോണിമിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? അജ്ഞാതമായി കീപ്പ് ചെയ്യുക. സോഴ്സിനെ നമ്മൾ അനോണിമസ് ആയിട്ട് കീപ്പ് ചെയ്യുക. ഓക്കെ. Reserve anonymity of sources which may face danger. എന്താണ് പറയുന്നത്? ചിലപ്പം ഒരു സോഴ്സ് നമുക്ക് ഒരു ക്രിമിനൽ ആയിട്ടുള്ള ഒരു കേസിന്റെ എന്തെങ്കിലും കാര്യങ്ങൾ റിവീൽ ചെയ്താൽ ആ ആള് കൊല്ലപ്പെടും. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ആ സോഴ്സ് നമ്മൾ റിവീൽ ചെയ്യാൻ പാടില്ല. അതേപോലെ ഒരു വ്യക്തിയെ അഫക്ട് ചെയ്യുന്ന എന്തെങ്കിലും മാറ്റർ ആണെങ്കിൽ ആ സോഴ്സ് നമ്മൾ റിവീൽ ചെയ്യാൻ പാടില്ല. സോഴ്സ് നമുക്ക് സീക്രട്ട് ആയിട്ട് കീപ്പ് ചെയ്യാനുള്ള അധികാരമുണ്ട്. Meanwhile, people will be always asking, what is the source? അതിന്റെ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയ വാർത്ത പറയൂ. പക്ഷെ നമുക്ക് സോഴ്സ് പറയണം എന്ന് നിർബന്ധമില്ല. ബട്ട് വി ഷുഡ് നോ, ബിക്കോസ് അത് ലീഗൽ ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമെങ്കിൽ ആ സോഴ്സ് എപ്പോഴും നമ്മൾ കെയർഫുൾ ആയിട്ട് വേണം ഹാൻഡിൽ ചെയ്യാൻ. ആൻഡ് മീൻവൈൽ ആ സോഴ്സിന് ഡേഞ്ചർ സംഭവിക്കുന്ന ഒന്നും എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ വി ഷുഡ് നോട്ട് റിവീൽ. Retribution or other harm and have information
that cannot be obtained elsewhere and explain why anonymity was granted. ഇങ്ങനെ ഒരു വ്യക്തിയെ നമ്മൾ റിവീൽ ചെയ്യാതിരിക്കുക, അയാൾക്ക് എന്തെങ്കിലും ഹാം സംഭവിക്കുമെങ്കിൽ അത് നമ്മൾ ശ്രദ്ധയോട് കൈകാര്യം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ വൈ യു ആർ കീപ്പിംഗ് ദ അനോണിമിറ്റി എന്നുള്ളത് ചിലപ്പം നമ്മൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട സിറ്റുവേഷൻ വരാറുണ്ട്. നോട്ട് ഓൾവേസ്, സംടൈംസ്. ആൻഡ് diligently seek subjects of news coverage to allow them to respond to criticism or allegations of wrongdoing. എന്താണ് ഇവിടെ പറയുന്നത്? നമുക്ക് നല്ല ഉത്സാഹം, നമ്മൾ എനർജറ്റിക് ആയിരിക്കണം. നമ്മളൊരു ഇൻഫർമേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോകുമ്പോൾ ഒരു ജേർണലിസ്റ്റ് വളരെ എൻത്യൂസിയാസ്റ്റിക് ആയിട്ട്, വളരെ എനർജറ്റിക് ആയിട്ട്, അത് ഇപ്പം എന്താ പറയുക, നമുക്കിപ്പം കൊടുങ്കാറ്റടിച്ച് കുറെ കാഷ്വാലിറ്റി ഉണ്ടായി, അവിടെയൊക്കെ നമുക്ക് അങ്ങനെ നിന്ന് ഭയങ്കര സ്പിരിറ്റോട് കൂടി നമുക്ക് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് there are lot of incidents which we can report diligently and diligently seek. ഉത്സാഹത്തോടെ സബ്ജക്റ്റുകൾ കണ്ടെത്തുക. ജനങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്താണോ ആ ഒരു ഉത്സാഹമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ന്യൂസ് കവറേജ്, ആ ന്യൂസ് എന്താണ്, ന്യൂസ് വാല്യൂ അനുസരിച്ച് ന്യൂസ് കവറേജ്, ഫൈൻഡ് ഔട്ട് ദ ന്യൂസ് കവറേജ് ഡിപ്പെൻഡിങ് ഓൺ ദ ന്യൂസ് വാല്യൂ ആൻഡ് അലൗ ദം ടു റെസ്പോണ്ട്. പീപ്പിൾ ഷുഡ് റെസ്പോണ്ട് ടു ക്രിറ്റിസിസം ആൻഡ് അലിഗേഷൻസ് ഓർ ഓഫ് റോങ് ഡൂയിങ്. നമ്മളും പണ്ടത്തിലാണ് കാണിച്ചതെങ്കിൽ പീപ്പിൾ വിൽ നാച്ചുറലി റെസ്പോണ്ട്. നമ്മൾ അവിടെ കെയർഫുൾ ആയിട്ടാണ് സബ്ജക്റ്റ് സീക്ക് ചെയ്ത് നമ്മൾ ചെയ്യാനായിട്ട്. ആൻഡ് അവോയ്ഡ് അണ്ടർകവർ ആൻഡ് അതർ സെറപ്റ്റീഷ്യസ് മെത്തേഡ്സ്. എന്താണ് സെറപ്റ്റീഷ്യസ് എന്ന് വെച്ചാൽ? സീക്രട്ട്, രഹസ്യ സ്വഭാവങ്ങൾ, രഹസ്യമായ മെത്തേഡ്സ് ഓഫ് ഗ്യാദറിംഗ് ഇൻഫർമേഷൻ unless traditional open methods will not yield information vital to the public. അപ്പൊ നമ്മള് ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മളെ മെത്തേഡ്സ് ഒക്കെ നമുക്ക് ഫോളോ ചെയ്യാം. ഇത് നമ്മള് സീക്രട്ട് ആയിട്ട് ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുന്നത്, എന്താ പറയുക, ഒരു കണ്ണിങ്നെസ് ഒന്നും നമ്മൾ ഒരു ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാനായിട്ട് നമ്മൾ നടത്തേണ്ട ആവശ്യമില്ല. പൊതുവേ ഉള്ള ഒരു അതർ ദാൻ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം, റിലേറ്റഡ് ടു കറപ്ഷൻ ഓർ സം ക്രിമിനൽ ഒഫൻസ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് രഹസ്യ സ്വഭാവം നമ്മൾ നിലനിർത്തണം. പക്ഷെ അല്ലാതെ ജനങ്ങളെ ബാധിക്കുന്ന ചില പ്രശ്നങ്ങൾക്കൊന്നും വളരെ രഹസ്യമായിട്ടൊന്നും ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യേണ്ട ആവശ്യമില്ല. People will we can tell the people and we can gather the information. This is another incident that happened recently. So you know actor Sushant Singh Rajput. What happened to him? Anybody cinema interest ullavarundo? He committed suicide. Okay, and what happened? Media adine engana kandathu? ആദ്യം പറഞ്ഞു സൂയിസൈഡ് ആയിരുന്നു, അതിനുശേഷം പറഞ്ഞു ഇതിനെന്ത് ആരൊക്കെ ഉണ്ട്, അയാളെ കൊന്നതാന്ന് പറഞ്ഞു. അതിലിപ്പോ അന്വേഷണം നടക്കുവാണ്. Okay, till Bihar elections declaration, Sushant Singh Rajput was he committed suicide till the declaration of Bihar elections. But once the Bihar election declared and the days were nearing for the election, media changed their stand. Not all media, some of the media. എല്ലാ മീഡിയയും ഒരുപോലെ അല്ല. മലയാള മീഡിയ ഒന്നും അനങ്ങിയ പോലും ഇല്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു രണ്ട് ലൈൻ അതിൽ കൂടുതൽ അവർ പറഞ്ഞിട്ടില്ല. അവർക്ക് അതിനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ എല്ലാ ചാനലും അങ്ങനെ ആയിരുന്നോ എന്ന് ചോദിച്ചാൽ പ്രധാനപ്പെട്ട 4-5 ചാനലുകൾ അങ്ങനെ തന്നെയാണ് പോയത്. So they started എന്താണ് an agenda setting happened. അല്ലെ, ഇവിടെ ഒരു അജണ്ട സെറ്റിംഗ് ഉണ്ടായി. To deal the election deal ചെയ്യാൻ വേണ്ടി ഒരു അജണ്ട സെറ്റിംഗ് ഉണ്ടായി. എന്താണ്? The media which have some biased relationship with some of the parties want that party to win the election. For that, they had a clear-cut agenda setting and propaganda. കൃത്യമായിട്ട് പ്രൊപ്പഗാൻഡയുടെ കൃത്യമായിട്ട് അജണ്ട സെറ്റിംഗ് നടത്തി. They started calling people who will speak in favor of this. അല്ലെ, അവർക്ക് അനുകൂലമായി സംസാരിക്കുന്ന ആൾക്കാരെ they started fighting and they will call for the debate and discussion in the prime time. Okay, 7 to 9 ന്യൂസിനകത്ത് വിളിക്കും. Then what will they happen? There, the people who are speaking in favor,
they will എന്താ പറയുക അവര് ഇത് ഹീറ്റഡ് ഡിസ്കഷൻ ആയി. ആൻഡ് ഫൈനലി ഇത് ആരുടെ തലയിലായി? They said it is a killing by his girlfriend Riya Chakravarti. She killed him. What all things she faced? She was targeted actually. She was arrested. She was under custody. Targeted ആയി, arrested ആയി, കസ്റ്റഡിയിലായി, മീഡിയ ബുള്ളിങ്, ശരിക്കും പറയുക മീഡിയ ബുള്ളിങ് നല്ലപോലെ അനുഭവിച്ചു. Just for being his girlfriend. അവന്റെ ഗേൾഫ്രണ്ട് രാജ്യത്തിന് വേണ്ടി സേവനം അനുഷ്ഠിച്ച ഒരു സോൾജറിന്റെ മകളാണോ? സോൾജർ അല്ല, നല്ല റാങ്കില് ലെഫ്റ്റനന്റ് കേണലോ അങ്ങനെ എന്തോ ആയിരുന്നു. ആ ഒരു റാങ്കില് റിട്ടയർ ആയ ഒരു സൈനിക ഉദ്യോഗസ്ഥന്റെ മകളാണ്. Just for being his girlfriend, she suffered cyberbullying. She suffered media lynching. Every morning, journalists were running to her flat. അവിടെയുള്ള ഒരു ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ 10-200 ഫാമിലി താമസിക്കുന്നതായിരുന്നു. All people were affected. Lot of journalists waiting for her. She has to face the trial. She has to go for questioning. She was called in police station. Each time when she was coming out, even the security person who is in charge of that flat was affected. എന്ത് ചെയ്യുന്നു, റിയ എങ്ങോട്ട് തിരിയുന്നു, എവിടെ പോകുന്നു, every 24 hours അവിടെ കാവല് നിന്നു. Is this a right way for reporting a news? ഇത് ശരിയായ ഒരു മാർഗമാണോ? No, ma'am. Yeah. This we shouldn't follow. നമ്മള് once we are journalists, once we start writing, once we start reporting, stay with the truth, be with justice. എവിടെയാണ് തെറ്റ്? Nobody knows what happened to Sushant Singh. He committed suicide. That's the only thing. He was addicted to some drugs, they say. And what happened to many of the artists were affected after this issue. Many of them were എന്താ പറയുക, കേസിനകത്ത് അകപ്പെട്ടു അല്ലെ? Many of the actresses. And when you report something, be vigilant and courageous about holding those with power accountable and give voice for the voiceless. ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് ആണ്. നമുക്ക് ഇനി കുറച്ച് ടൈമേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യണം. അതുകൊണ്ട് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് നമുക്കൊന്ന് പോകാം. And support the open and civil exchange of views, and even views they find repugnant. When you ask for a response to the public, ചിലപ്പോൾ അത് നമുക്ക് അത്ര ഇഷ്ടമാണ്. റീപഞ്ചന്റ്, മ്ലേച്ഛതയുള്ള ഒരു റെസ്പോൺസ് ആകും ചിലപ്പോൾ. അങ്ങനെ ഉള്ളതാണെങ്കിൽ പോലും we have to give importance for such response also, and we have to report it. Okay. And here, right to information. It is my right and my might. What we are saying, right to information, it is a fundamental right under the Constitution of India. Other fundamental right to information, it is the fundamental right. നമുക്ക് തന്നിരിക്കുന്ന ഒരു അവകാശമാണ് നമ്മുടെ ഭരണഘടന. It is the part of Article 19(1)(a). What is Article 19(1)(a)? Freedom of speech and expression. അല്ലെ? നമുക്ക് എന്തും പറയാനുള്ള, നമ്മുടെ രാജ്യസുരക്ഷയെ ബാധിക്കാത്ത എന്ത് കാര്യങ്ങളും നമുക്ക് സംസാരിക്കാം. ഏത് പൊളിറ്റീഷ്യന്റെ കറപ്ഷനും നമുക്ക് പറയാം. പ്രസിഡന്റ് ആയാലും പ്രൈം മിനിസ്റ്റർ ആയാലും ചീഫ് മിനിസ്റ്റർ ആയാലും ആരായാലും വി ക്യാൻ എക്സ്പോസ്. നമുക്ക് അതിനുള്ള റൈറ്റ് ഉണ്ട്. നമുക്കൊരു കലയായിട്ട് അവതരിപ്പിക്കണോ, കലയായിട്ട് അവതരിപ്പിക്കാം. മിമിക്രി ചെയ്യണോ, മിമിക്രി ചെയ്യാം. വി ഹാവ് ദ ഫ്രീഡം to expose the information that is necessary and for the protection of the right to life and liberty. ജീവനും സ്വാതന്ത്ര്യത്തിനും സ്വത്തിനുമുള്ള അവകാശം നമുക്കുണ്ട്. നമ്മുടെ രാജ്യത്തെ ഓരോ പൗരനുമുണ്ട്. which is the part of Article 21. Article 21 ഒരു ഭാഗമാണ് of the fundamental rights. And right to information is citizens' right enshrined in the Constitution of India.
സോ ഇവിടെ ഇത് എന്തുകൊണ്ടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിൽ പറഞ്ഞിരിക്കുന്നത്? ഹിയർ സം ഒബ്ജക്റ്റീവ്സ് ആർ ദേർ. വൺ ഇസ് ട്രാൻസ്പെറൻസി. വളരെ ട്രാൻസ്പെറന്റ് ആയിരിക്കണം, ക്ലിയർ ആയിരിക്കണം, ക്ലിയർ കട്ടായിട്ട് ആർക്കും എന്ത് ഇൻഫർമേഷനോ അറിയുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. നമ്മൾ നേരായ മാർഗത്തിൽ എന്ത് ചെയ്യുമ്പോഴും അത് ആരറിഞ്ഞാലും ഒരു കുഴപ്പമില്ല. നേരായ വഴിക്ക് ചെയ്യാത്തപ്പോഴാണല്ലോ നമുക്കത് മൂടി വെക്കേണ്ടി വരുന്നത്, അല്ലെ? ആൻഡ് അക്കൗണ്ടബിലിറ്റി എൻഷുർഡ്. അത് റെസ്പോൺസിബിലിറ്റിയാണ്, നമ്മൾ ഉത്തരം പറയേണ്ട കാര്യങ്ങളാണ്. അത് എപ്പോഴും ഉണ്ടാകണം. ദെൻ ടു കണ്ടെയ്ൻ കറപ്ഷൻ, കറപ്ഷൻ നിർത്തലാക്കാൻ വേണ്ടി, ടു കണ്ടെയ്ൻ കറപ്ഷൻ ആൻഡ് മേക്ക് ഡെമോക്രസി, ജനാധിപത്യം വർക്ക് ചെയ്യണം. നമ്മൾ ജനാധിപത്യ രാജ്യത്തിലുള്ളവർ, അല്ലെ? ഞാൻ നേരത്തെ പറഞ്ഞോളൂ, ജനങ്ങൾക്ക് വേണ്ടിയാണ്, ജനസേവനമായിരിക്കണം, ജനങ്ങളുടെ വെൽഫെയർ ആയിരിക്കണം നമ്മുടെ ലക്ഷ്യം. ആൻഡ് ഡെമോക്രസി വർക്ക് ഫോർ ദ പീപ്പിൾ ഇൻ റിയൽ സെൻസ്. ഡെമോക്രസി അട്ടിമറിക്കപ്പെടാൻ അനുവദിക്കരുത്. അത് ചെയ്യുന്നത് മാധ്യമങ്ങളാണ്. അതിനൊരു ഭാഗമാകരുത്. ജനാധിപത്യം എന്നും നിലനിൽക്കണം. ഇന്ത്യ എന്ന രാജ്യം നമുക്ക് അഭിമാനമുള്ള രാജ്യമായിരിക്കണം. അത് എന്നും നിലനിൽക്കണം. മതേതര രാജ്യമായിരിക്കണം. സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആയിരിക്കണം. അത് നമ്മൾ അതിനൊരു ഭാഗമായിരിക്കണം. നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനം നമ്മളുടെ കയ്യിലാണ്. നമ്മൾ ചിന്തിക്കണം. നമ്മൾ സത്യസന്ധരാകുമ്പോൾ നമ്മുടെ രാജ്യത്തെയാണ് നമ്മൾ സംരക്ഷിക്കുന്നത്, നമ്മുടെ സമൂഹത്തെയാണ് നമ്മൾ സംരക്ഷിക്കുന്നത്, നമ്മളെ തന്നെയാണ് നമ്മൾ സംരക്ഷിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് ജനറേഷന് വേണ്ടി നമ്മൾ ഒരു നല്ല ഉത്തമ ഉദാഹരണം, ലിവിങ് എക്സാമ്പിൾ ആയിരിക്കണം. And to contain corruption and make democracy work for people in real sense. And keep necessary vigilant ആയിരിക്കണം on all governance. നടത്തുന്ന എല്ലാ ഭരണവും വളരെ വിജിലന്റ് ആയിട്ട് ശ്രദ്ധിക്കണം. And inform the activities of the government. And penalty of refusal after filing RTI. See, that is there. ഒരാള് ഒരു RTI ഫയൽ ചെയ്തു, അയാൾക്ക് വേണ്ടത് ഇൻഫർമേഷൻ കൊടുത്തില്ലെങ്കിൽ 250 രൂപ മുതൽ 2.5 ലക്ഷം രൂപ വരെ ഫൈൻ ചെയ്തിട്ടുള്ള കേസസ് ഉണ്ട്. അപ്പൊ അവിടെ പെനാൽറ്റി ഉണ്ടാവും, ആക്ഷൻ ഉണ്ടാവും, അല്ലെ? ഇത്തരം കാര്യങ്ങള് ജനങ്ങൾക്ക് എന്ത് ഇൻഫർമേഷൻ അറിയണമെങ്കിലും അതിനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട് എന്ന ബോധ്യം നമുക്ക് വേണം. ഓക്കെ. ആൻഡ് റെക്കഗ്നൈസ് എ സ്പെഷ്യൽ ഓബ്ലിഗേഷൻ ടു സെർവ് ആസ് വാച്ച് ഡോഗ്സ്. നമ്മൾ കാവൽക്കാരാണ്, അല്ലെ? നമ്മൾ ജനാധിപത്യത്തിന്, നമ്മുടെ രാജ്യത്തിന്റെ, നമ്മുടെ സുരക്ഷയെ, എല്ലാത്തിന്റെ, ഓർ പബ്ലിക് അഫയേഴ്സ്, പൊതുരംഗത്തിന്റെ എല്ലാത്തിന്റെ കാവൽക്കാരാണ്. ആൻഡ് ദ ഗവൺമെന്റ് seek to ensure the public business is conducted in the open and the public records are open to all. എല്ലാം റെക്കോർഡിക്കലായിരിക്കും. നമുക്ക് പോയി സീക്ക് ചെയ്യാം, അല്ലെ? നമുക്കൊരു ഇൻഫർമേഷൻ എടുത്ത് നമുക്ക് ജനങ്ങളിൽ എത്തിക്കാം. അത് എന്തുകൊണ്ടാണ്? റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഇവിടെ ഉള്ളത് കൊണ്ടാണ്. പ്രൊവൈഡ് ആക്സസ് ടു സോഴ്സ് മെറ്റീരിയൽ when it is relevant and appropriate. ഒരു സോഴ്സ് മെറ്റീരിയലില് ആക്സസ് ഉണ്ടാവാനായിട്ട് ഉള്ള അധികാരം ഉണ്ടാവണം. എനിക്ക് മാത്രമേ അത് നമുക്ക് എത്തിക്കാൻ പറ്റത്തുള്ളൂ. അത് റെലവെന്റ് ആയിരിക്കണം, അത് അപ്രോപ്രിയേറ്റ് ആയിരിക്കണം, കൃത്യതയുള്ളതായിരിക്കണം, ബോൾഡ് ആയിരിക്കണം. നമ്മള് ജേർണലിസ്റ്റ് ഷുഡ് ബി ബോൾഡ്, ഷുഡ് ടെൽ ദ സ്റ്റോറി ഓഫ് ഡൈവേഴ്സിറ്റി ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഹ്യൂമൻ എക്സ്പീരിയൻസ്, അല്ലെ? ജനങ്ങളുടെ ജീവിതം, അവരുടെ എക്സ്പീരിയൻസ്. ആൻഡ് സോഴ്സസ്, seek sources whose voices we seldom hear, അല്ലെ? നമ്മള് അങ്ങ് വയനാട്, പാലക്കാട് ഇതുപോലൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒത്തിരി ഉൾക്കാടുകളിൽ കഴിയുന്ന മനുഷ്യരുണ്ട്. അവരുടെയൊക്കെ വാർത്തകൾ വളരെ റയറായിട്ട് നമ്മൾ കാണാറുണ്ട്. എങ്ങനെയാണ്? അത് ജെന്യുവിൻ ആയിട്ട് ഇൻട്രസ്റ്റ് ഉള്ള ജേർണലിസ്റ്റുകളാണ് അത് എത്തിക്കുന്നത്. ആൻഡ് അവോയ്ഡ് സ്റ്റീരിയോടൈപ്പിംഗ്. ജേർണലിസ്റ്റ് ഷുഡ് എക്സാമിൻ ദ വേസ് ഓഫ് ദെയർ വാല്യൂസ് ആൻഡ് എക്സ്പീരിയൻസസ് മേ ഷേപ്പ് ദെയർ റിപ്പോർട്ടിംഗ്, അല്ലെ? അവര് സ്ഥിര സങ്കല്പത്തിൽ നിന്ന് നമ്മളൊന്ന് മാറണം. ഇതെന്താണ് ഇവിടെ പറയുന്നത്? ഇനി അടുത്തത് we are moving to fake and deep fake, അല്ലെ? Now we have a mobile and we have a lot of technologies. As you all know, artificial intelligence, one of the new technologies. With that, we can create any fake videos, any false images. ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് വേണേലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. This is a greater threat to the society. People are using this sort of things to malign the public figures, അല്ലെ? ഒരു സ്ത്രീകളുടെയൊക്കെ തലകളൊക്കെ മാറ്റി വെച്ച് മോശമായ സൈറ്റുകളിൽ ഇടുക, അവരുടെ ഫോൺ നമ്പർ കൂടെ ഇട്ടുകൊടുത്ത് അത്തരം ഒത്തിരി കേസസ് ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. ഇതൊക്കെ ഫേക്ക് ആയിട്ടുള്ള ക്രിയേഷൻ, അല്ലെ?
നമുക്കറിയാം പൊളിറ്റീഷ്യൻസിനെ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. ബൈഡന്റെ കേസ് എടുത്ത് ബൈഡൻ ഒരു ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഒരു ലേഡിയെ എയർ ഹോസ്റ്റസിനെ ടച്ച് ചെയ്യുന്ന ഒരു വീഡിയോ, ഇറ്റ് ഇസ് എ ഡീപ് ഫേക്ക് വൺ. അത് ഇലക്ഷൻ ടൈമിൽ നന്നായിട്ട് അവർ പ്രൊപ്പഗേറ്റ് ചെയ്തിരുന്നു. ബിക്കോസ് ഹി ഈസ് നോട്ട് ഗുഡ് ഇൻ ക്യാരക്ടർ എന്ന് കാണിക്കാൻ. അല്ലേ, എല്ലായിടത്തും എല്ലാ രാജ്യത്തെ എല്ലാം പൊളിറ്റീഷ്യൻസിനെ തളയ്ക്കാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് വിമൻ ഇഷ്യൂ ടു ട്രാപ്പ് പൊളിറ്റീഷ്യൻസ്. സോ അങ്ങനെ ഒരു ഡീപ് ഫേക്ക് ആയിട്ടുള്ള വീഡിയോസ് അവര് അവിടെ പ്രൊപ്പഗേറ്റ് ചെയ്തിരുന്നു. ഓപ്പോസിഷൻ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് കാൻഡിഡേറ്റോ ആരാന്ന് വെച്ചാൽ അവരുടെ ഒരു അജണ്ടയിൽ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. ഈവൻ സച്ച് ഇപ്പൊ ഇങ്ങനത്തെ പബ്ലിക് ഫിഗേഴ്സിനെ മലൈൻ ചെയ്യുന്ന ഇത്തരം ഫേക്ക് ഡോക്യുമെന്റ്സും ഫേക്ക് കണ്ടന്റ്സും ചെയ്യാൻ നമ്മൾ ഒരിക്കലും മുതിരരുത്. ഈവൻ ജേർണലിസ്റ്റ് ആർ ഫോളോയിങ്. ഇവിടെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, രാജ്ദീപ് സർദേശായി of India Today. What happened? Do you remember? Anyone remember? He reported the passing away of former President of India, Pranab Mukherjee, while he was in hospital. He was seriously ill. Okay, he was just seriously ill. And his son, in half an hour, he came and he said, "It is a fake news. My father is okay. He is in serious condition. And he is in hospital." അല്ലേ, ഇതുപോലത്തെ ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. ദിസ് ഈസ് ഡെല്യൂജ് ഓഫ് ഫേക്ക് ന്യൂസ് ആൻഡ് വി ഹാവ് ടു ബി എക്സ്ട്രാ കോഷ്യസ്. നമ്മൾ കുറച്ചും കൂടി വിജിലന്റ് ആയിട്ടുള്ള കോഷ്യസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം. വൺസ് യുവർ ക്രെഡിബിലിറ്റി ഈസ് ലോസ്റ്റ്, ഒരിക്കൽ നിങ്ങളുടെ ക്രെഡിബിലിറ്റി പോയാൽ ഇറ്റ് ഈസ് ലോസ്റ്റ് ഫോർ എവർ. Okay, then the label advocacy. What is advocacy? Staying for a cause. ഒരു കാര്യത്തിന്, നല്ല കാര്യത്തിന് വേണ്ടി നിൽക്കുക. Commentary, report the correct news. Never deliberately distort facts or context. ഒരിക്കലും ന്യൂസ് വളച്ചൊടിക്കരുത്, ഇൻക്ലൂഡിംഗ് വിഷ്വൽ ഇൻഫർമേഷൻ. വിഷ്വൽ ഫോട്ടോസ് ഒന്നും ഫേക്ക് ആയിട്ട് ക്രിയേറ്റ് ചെയ്യരുത്. ക്ലിയർലി ലേബൽ ഇലിസ്ട്രേഷൻസ് ആൻഡ് റീഎനാക്ട്മെന്റ്സ്. അല്ലെ, രണ്ടാമത് റീപ്രൊഡ്യൂസ് സമ്മൺസ് വർക്കാണ് റീഎനാക്ട്മെന്റ്സ് എന്ന് പറഞ്ഞാൽ. അത് കറക്റ്റ് ആയിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഒരിക്കലും അത് കോപ്പി ചെയ്തിട്ട് ഫേക്ക് ആയിട്ട് ഒരെണ്ണം ഉണ്ടാക്കരുത്. നെവർ പ്ലേജറൈസ്, കോപ്പി അടിക്കരുത്. ഓൾവേസ് ആട്രിബ്യൂട്ട്. എന്താണ് ഇവിടെ ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ? ഗീവ് ക്രെഡിറ്റ്. ആരുടെയും എന്തെങ്കിലും വർക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ക്രെഡിറ്റ് കൊടുക്കുക. See, this is another example. Recently happened in our place in Kollam district, facing social media trial. He was an expert doctor in ortho. What happened? A child was killed എന്ന് പറയാൻ പറ്റത്തില്ല, accidentally died after the operation. എന്തുകൊണ്ടാണ്? What happened? Even I read in Malayalam Manorama, because of the careless approach of the doctor, orthopedic surgeon, Dr. Anu, child died after the surgery. എന്ന് ഞാൻ വായിച്ചത്, ഞാനും അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കിയത്. But this was traveling in all social media with another some stories. Actually, what is that child who had some heart disease, the cardiologist with whom they consulted earlier prevented them not to undergo any surgery because her heart will not withstand anesthesia. There some consequences can happen. They cautioned the parents, but the parents never revealed this to the doctor. He himself, his wife, and one of his friends, they done the surgery. And finally, he was badly feeling that it was his mistake. It was because of him, that girl, and whole society was against him. എല്ലാവരും ഇത്രയും മിടുക്കനായിട്ട് മെറിറ്റ് പഠിച്ച തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഏറ്റവും മിടുക്കനായി പഠിച്ച ഒരു ഡോക്ടറിന്റെ ജീവിതം തന്നെ അവിടെ ജീവൻ എടുത്തു ഒരു വാർത്ത. ആൻഡ് ഫോർ പോയിന്റിങ് ഔട്ട്, എന്താ പറയണ്ടേ, ഒരു അൺട്രൂത്ത് ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി പോയിന്റ് ഔട്ട് ചെയ്ത് he hanged himself. He committed suicide. Ultimate loss is for his child and his family and his wife. Society will forget it tomorrow, today itself. അല്ലെ, നമ്മൾ ഒരു മണിക്കൂർ നേരത്തെ ആയുസേ ഉള്ളൂ ഒരു വാർത്തയ്ക്ക്. കുറച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു ദിവസത്തെ നെക്സ്റ്റ് ഡേ നമ്മൾക്ക് എല്ലാം മറന്നു. What happened
And his death, what impact will happen for his family is not a botheration for us. He was an efficient person. And actually, shame on journalism for happening all these things. And we should, ഇത് എന്തുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്? നിങ്ങൾ ഇങ്ങനെ ഒരു ജേർണലിസ്റ്റ് ആകരുത്. നിങ്ങൾക്ക് കിട്ടുന്ന വാട്സപ്പ് സന്ദേശങ്ങൾ അടുത്ത ഗ്രൂപ്പിൽ തട്ടുന്ന മാലിന്യങ്ങളെ തട്ടുന്ന ഒരു ജേർണലിസ്റ്റ് ആവരുത്. ഡോണ്ട് ഷെയർ വിത്തൗട്ട് ചെക്കിംഗ് ദ ഫാക്ട്സ്. മിനിമം ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന കുട്ടികളെങ്കിലും അങ്ങനെ ചെയ്യരുത്. പാർട്ടിസിപ്പൻസ് എങ്കിലും അങ്ങനെ ചെയ്യരുത്. Always verify and minimize harm. ഒരാളുടെ ലൈഫിനെ നമ്മൾ ഒരിക്കലും തകർക്കാൻ പാടില്ല. And ethical journalism treats sources, subjects, colleagues and members and the public as human beings deserving respect. എല്ലാവരോടും വളരെ കൈൻഡ് ആയിട്ട് ജെന്റിൽ ആയിട്ട് മാത്രം നമ്മൾ ബിഹേവ് ചെയ്യാം. See, this is another important thing. For arrogance journalism, for aggressive journalism, media prime time trial, what is happening? ആക്രമണ സ്വഭാവമുള്ള, we are attacking people, we are attacking to know what is happening. The nation wants to know. See, what is in their mouth, they are putting in other people's mouth. And they want, what they expect, they want a processed form of communication. They want a processed product. What is their intent? That is happening in media prime time trial. നിങ്ങൾ കഴിഞ്ഞ ദിവസം മലയാളം വാർത്ത ശ്രദ്ധിച്ചെങ്കിൽ പി സി ജോർജ് നല്ലൊരു അയ്യപ്പദാസനാണ് കൊടുത്തതെങ്കിലും നല്ലൊരു റിപ്ലൈ ആ കൊടുത്തത്. നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഇത് 9 മണി വരെ കൊണ്ടുപോകണമല്ലോ. യെസ്, ടെലിവിഷൻ റേറ്റിംഗ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദ ജേർണലിസ്റ്റ്, സോ ദേ വിൽ ഡ്രാഗ് ദ ഡിസ്കഷൻസ് അല്ലേ. ആൻഡ് ഇൻട്രൂഡിങ് അതർ പീപ്പിൾ ലൈഫ്, മറ്റുള്ളവരുടെ പ്രൈവസിയിൽ ഇൻട്രൂഡ് ചെയ്തല്ല വാർത്ത സൃഷ്ടിക്കേണ്ടത്. ഒരു ക്രൈം നടന്നാൽ യു ക്യാൻ റിപ്പോർട്ട്, ഒരു കറപ്ഷൻ നടന്നാൽ യു ക്യാൻ റിപ്പോർട്ട്. വ്യക്തിപരമായ ജീവിതത്തിലേക്ക് കടക്കാൻ നമുക്ക് അധികാരമില്ല, അവകാശമില്ല. റൈറ്റ് ടു പ്രൈവസി മറ്റൊരു നിയമമാണ്, അതൊരാളുടെ അവകാശമാണ്. ഡോണ്ട് ഇൻട്രൂഡ് ഇൻ ടു ദ അതർ പീപ്പിൾസ് ലൈഫ് unnecessarily. Okay, so I am citing the examples. And balance the public's need for information against potential harm or discomfort. അത് പബ്ലിക്കിന് അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഒരു ഹാം ഉണ്ടാകാതെ, ഡിസ്കംഫർട്ട് ഉണ്ടാകാതെ ഇൻഫർമേഷൻസ് എത്തിക്കുക. We have to share the information. Pursuit of the news is not license or arrogance or overdue intrusiveness. This is what I said. We should never invade into other person's private life and show compassion of those who may be affected by news coverage. Affected ആവുന്നവരോട് കുറച്ച് ദയവ് കാണിക്കുക. Be kind. You should have a kind heart. That is necessary. നമുക്ക് എന്തൊക്കെ ലൈഫിലുണ്ടെങ്കിലും, നമ്മൾ ഭയങ്കരമായിട്ട് പണമുള്ള വ്യക്തിയാണെങ്കിൽ, ഒരുപാട് അവാർഡുകളുള്ള വ്യക്തിയാണെങ്കിൽ, നിങ്ങളൊരു യഥാർത്ഥ മനുഷ്യനല്ലെങ്കിൽ, നിങ്ങൾക്ക് മറ്റുള്ളവരോട് സ്നേഹമില്ലെങ്കിൽ, നിങ്ങൾക്ക് മറ്റുള്ളവരോട് കരുണയില്ലെങ്കിൽ, നിങ്ങളുടെ ജീവിതം വ്യർത്ഥമാണ്. You are not leading a meaningful life. You are not a human if you are not kind to others. Remember that always in life. And use heightened sensitivity when dealing with juveniles. Children, when you're dealing children, be careful. Victims of sex crimes. Okay, that is what Suryanelli case, Vidura case, then Shari, Anekha case, എല്ലാം നമുക്കറിയാം. വിക്ടിംസിന് അവരുടെ ഫോട്ടോയും നമുക്കറിയാം അല്ലെ. ഇതെല്ലാം എക്സ്പ്ലോർ. ഹത്ര കേസ് റിപ്പോർട്ട് ചെയ്യാൻ പോയ ജേർണലിസ്റ്റ് ജയിലിലാണ്. ഹി ഈസ് ഇൻസൈഡ് ദ ജയിൽ നൗ. One who went for reporting in UP, but the accused are free. That is what is happening. And Katwa case, Nirbhaya case, everywhere the name of the victims were exposed. And sources of subjects who are inexperienced to or unable to give consent. Consent തരാത്ത ഒരാളുടെ നമുക്ക് എക്സ്പോസ് ചെയ്യാൻ അധികാരമില്ല. Other than he committed a crime. And consider cultural differences in approach and ട്രീറ്റ്മെന്റ്. ആ ഒരു കൾച്ചർ ഡിഫറൻസ്, നമുക്ക് അതിഥി തൊഴിലാളികളൊക്കെ ഒരുപാടുണ്ട്, അവരുടെ ആ കൾച്ചർ ഡിഫറൻസ് ഒക്കെ നമ്മൾ മനസ്സിലാക്കണം. This is another example. Paparazzi who were running after the Princess Diana, wife of Charles. What happened to her? She was killed in the accident. He was chasing her.
And later he asked sorry. But what is the use? She lost the life. And the same thing now the online media is doing. ഓൺലൈൻ മീഡിയ നടിയുടെ ജീവിതത്തിൽ സംഭവിച്ചത് അറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. വായിച്ചു വരുമ്പോൾ ഒരു ഞെട്ടലും ഇല്ല. അതിന്റെ അടിയിൽ എഴുതിയേക്കുന്ന കമന്റൂടെ വായിച്ച തലയ്ക്ക് കൈവച്ചിരുന്നു. അല്ലേ? ഓൺലൈൻ മീഡിയ ചെയ്യുന്ന ജേർണലിസത്തിന്റെ സ്റ്റാൻഡേർഡ് തകർക്കുന്ന അവസ്ഥകളാണ് ഇതൊക്കെ. യു ഷുഡ് നെവർ ബി വൺ ഓഫ് ദം. അതിലൊരാളാകരുത്, ഒരാൾ പോലും. ആൻഡ് പേർളി മാണിയുടെ പ്രഗ്നൻസി, ദാറ്റ് ഈസ് വൺ ഇമ്പോർട്ടന്റ് ന്യൂസ് ഫോർ ഓൺലൈൻ മീഡിയ. ഇതെന്താ ദിവ്യ ഗർഭമോ? പീപ്പിൾ ആർ ആസ്കിങ്. യെസ്, പീപ്പിൾ വിൽ ആസ്ക്. എക്സ്പെക്ട് സച്ച് ക്വസ്റ്റ്യൻസ്. നമ്മൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വരും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എപ്പോഴും ലീഗൽ ഇഷ്യൂസ് ഉണ്ടാകാതെ നമുക്ക് ലോ നന്നായിട്ട് അറിയണം. വൈ ഷുഡ് വി നോ ലോ? നമ്മൾ എഴുതുന്ന ഒരു വാർത്തയിലും നിയമങ്ങൾ തെറ്റിക്കാൻ പാടില്ല. നിയമങ്ങളുടെ അകത്ത് നിന്ന് മാത്രമാണ് നമ്മൾ വാർത്തകൾ എപ്പോഴും അറിയിക്കുക. Recognize that legal access to information differs from an ethical justification to publish or broadcast. Our legal matters നമ്മൾ വളരെ careful ആയിരിക്കണം. And realize the privacy. This is what I saw. Private people have greater right to control information. അവരുടെ ഇൻഫർമേഷൻ കൺട്രോൾ ചെയ്യാനുള്ള അധികാരം അവർക്കുണ്ട്. അവർക്കത് അവരുടെ ജീവിതത്തിലേക്ക് കടക്കരുതെന്ന് പറഞ്ഞാൽ കടക്കത്തില്ല നമ്മൾ. About themselves than public figures and others who seek power, influence or attention. Weigh the consequences of publishing or broadcasting personal information. Avoid pandering to lurid curiosity, even if others do. Curiosity കൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ട് അതേപടി പകർത്തുക, ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യരുത്. This is another important case in India. Sanjeev Bhatt, he is inside the jail for 2-3 years. He was arrested for 30-year-old case. Any journalist courageous to report what is the incident, why he is jailed, what justice should be provided for him. അല്ലെങ്കിൽ തെറ്റ് ചെയ്തതായിക്കോട്ടെ, if he is wrong, prove it. Tell what is wrong from his side. ഇതെല്ലാം പറയാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. We have to tell to the public. Otherwise, people will not believe us. And balance the news. We have to balance the right for a free trial and the public's right to know. Consider the implications of identifying criminal suspects before they face legal charges. ഇതൊരു പ്രധാനപ്പെട്ട കാര്യം. ഒരു ലീഗൽ വാർത്ത ഒരു ക്രൈം നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് ക്രിമിനൽ ആരാന്ന് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്ത് കറക്റ്റ് ആയിട്ടായിരിക്കണം റിപ്പോർട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്ത് പറ്റും? അവരാൽ നിയമത്തിന് മുന്നിൽ നിന്ന് അവർ രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ ഐഡന്റിഫൈ ദ ക്രൈം സസ്പെക്ട്സ് പ്രോപ്പർലി and always consider long-term implications. ഒരു വാർത്ത കൊടുത്ത് നിങ്ങൾ പബ്ലിഷ് ചെയ്ത് അവിടെ തീരത്തില്ല. ഇതിന് ലോങ് ടേം ഇംപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓഫ് എക്സ്റ്റെൻഡഡ് റീച്ച്, അത് ഒത്തിരി ആൾക്കാരിൽ എത്തുന്നതാണ്. ആൻഡ് പെർമനൻസ് ഓഫ് പബ്ലിക്കേഷൻ എപ്പോഴും പെർമനന്റ് ആണ്. പ്രൊവൈഡ് അപ്ഡേറ്റഡ് ആൻഡ് മോർ കംപ്ലീറ്റ് ഇൻഫർമേഷൻ ആസ് അപ്രോപ്രിയേറ്റ്. ഓൾവേസ് പ്രൊവൈഡ് കംപ്ലീറ്റ് ഇൻഫർമേഷൻ ടു ദ പബ്ലിക് ആൻഡ് ആക്ട് ഇൻഡിപെൻഡന്റ്ലി. നേരത്തെ ഞാൻ പറഞ്ഞു, ആരുടെയും ഒരു ബയസ്ഡ് സിറ്റുവേഷൻ പൊളിറ്റിക്കലി അല്ലെങ്കിൽ പിന്നെ ബ്യൂറോക്രാസിന്റെ ഒന്നും വാക്ക് കേട്ടല്ല ഒരു ന്യൂസ് കൊടുക്കേണ്ടത്. ദ ഹയസ്റ്റ് ആൻഡ് പ്രൈമറി ഓബ്ലിഗേഷൻ ഓഫ് എത്തിക്കൽ ജേർണലിസം ഇസ് ടു സെർവ് ദ പബ്ലിക്. ജനത്തിന് വേണ്ടിയാണ് നമ്മൾ വാർത്ത കൊടുക്കേണ്ടത്. അവോയ്ഡ് കോൺഫ്ലിക്ട്സ് ഓഫ് ഇൻട്രസ്റ്റ്, റിയൽ ഓർ പെർസീവ്ഡ്. ഡിസ്ക്ലോസ് അൺഅവോയ്ഡബിൾ കോൺഫ്ലിക്ട്സ്. അൺനെസസറി ആയിട്ടുള്ള ഒരു കോൺഫ്ലിക്ട് ക്രിയേറ്റ് ചെയ്യുന്ന, ട്രിഗർ ചെയ്യുന്ന ഒന്നും നമ്മൾ കൊടുക്കരുത്. മതസ്പർദ്ധ ഉണ്ടാക്കുന്ന ഒന്നും കൊടുക്കരുത്. അല്ലെ, എല്ലാ മതങ്ങളും തുല്യമാണ് നമ്മുടെ സെക്യുലർ ആയിട്ടുള്ള ഇന്ത്യയിൽ. ഒരു മതങ്ങളെ നമ്മൾ ടാർഗറ്റ് ചെയ്യാൻ പാടില്ല. അപ്പം അത്തരം ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ റേസിസം, ഇതൊന്നും വരാൻ പാടില്ല. റെഫ്യൂസ് ഗിഫ്റ്റ്, അല്ലെ, ജേർണലിസ്റ്റുകൾ ഏത് മീറ്റിംഗിൽ പങ്കെടുത്താലും ഒരു കിറ്റ് ഉണ്ടാവും ജേർണലിസ്റ്റിന് കൊടുക്കാനായിട്ട്. സന്തോഷത്തോടെ പറയുക താങ്ക് യു, വേണ്ട. ആ ഒരു നേച്ചർ ഡെവലപ്പ് ഇറ്റ് ഫ്രം ടുഡേ ഇറ്റ്സെൽഫ്. റെഫ്യൂസ് ഗിഫ്റ്റ്സ്, ഫേവേഴ്സ്, ഫീസ്, ഫ്രീ ട്രാവൽ, സ്പെഷ്യൽ ട്രീറ്റ്മെന്റ്, ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. And avoid political and other outside activities that may compromise integrity or impartiality and may damage credibility. നമുക്ക് രാഷ്ട്രീയമുണ്ടെങ്കിൽ നമ്മൾ ബൈസ്ഡ് ആയിരിക്കും. നമുക്കൊരു മതത്തോട് അധികമായ സ്നേഹവും അമിതമായ സ്നേഹവും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനനുകൂലമായിട്ട് മാത്രമേ പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് കറുത്തവരെന്നും വെളുത്തവരെന്നും ഒരു വ്യത്യാസമുണ്ട്. സ്ത്രീ എന്നും പുരുഷനെന്നും ഒക്കെ ഒരു മാനസികമായ ഒരു മതിൽക്കെട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, നമ്മുടെ ക്രെഡിബിലിറ്റി ലൂസ് ആവുന്ന ഒന്നും നമ്മൾ ചെയ്യരുത്. Be wary of sources offering information
for favors or money. Do not pay for access of news and paid newsലോട്ട് ഒന്നും പോകരുത്. അതുപോലത്തെ ഒരു പ്രവൃത്തികളും ചെയ്യരുത്. ഐഡന്റിഫൈ കണ്ടന്റ് പ്രൊവൈഡഡ് ബൈ ഔട്ട്സൈഡ് സോഴ്സസ് വെദർ പെയ്ഡ് ഓർ നോട്ട്. എപ്പോഴും ഫ്രീ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയിട്ടും ഓണസ്റ്റ് ആയിട്ടും ചെയ്യുക. ആൻഡ് ഡിനൈ ഫേവർഡ് ട്രീറ്റ്മെന്റ് ടു അഡ്വർടൈസേഴ്സ്, ഡോണേഴ്സ് or other special interest and resist internal and external pressure to influence coverage. ഒരു പ്രഷറിനും നിങ്ങൾ അടിമപ്പെടരുത്. ഒരു തരത്തിലും ഒരു ഫേവർ പരസ്യക്കാർക്കോ ഒന്നും വേണ്ടി, സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള ആർക്കും വേണ്ടി നിൽക്കരുത്. ഡിസ്റ്റിംഗ്വിഷ് ന്യൂസ് ഫ്രം അഡ്വർടൈസിംഗ്. വാർത്ത ഏതാണ്, പരസ്യം ഏതാണ്, അത് തിരിച്ചറിയാനുള്ള കഴിവുണ്ടായിരിക്കണം. ആൻഡ് ഷൻ ഹൈബ്രിഡ്സ് ദാറ്റ് ബ്ലർ ദ ലൈൻസ് ബിറ്റ്വീൻ ദ ടു. ഇത് രണ്ടുമല്ലാതെ പ്രവർത്തിക്കുന്ന ആ ഒരു അവസ്ഥയിലോട്ട് നമ്മൾ നീങ്ങാൻ പാടില്ല. പ്രോമിനന്റ്ലി ലേബൽ സ്പോൺസർഡ് കണ്ടന്റ്. സ്പോൺസർഡ് കണ്ടന്റ് ഒക്കെ തിരിച്ചറിയാനുള്ള കഴിവ് വേണം. അത് ലേബൽ ചെയ്തിരിക്കണം, അത് സ്പോൺസർഡ് ആണ്. ബി അക്കൗണ്ടബിൾ ആൻഡ് ട്രാൻസ്പെറന്റ്. അത് നേരത്തെ പറഞ്ഞതാണ്. ഒബ്ജക്റ്റീവ് ഓഫ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആണ് അത് എത്തിക്കൽ ജേർണലിസത്തിലും വേണ്ടതാണ്. എത്തിക്കൽ ജേർണലിസം മീൻസ് ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റി ഫോർ വൺസ് വർക്ക് ആൻഡ് എക്സ്പ്ലെയിനിങ് വൺസ് ഡിസിഷൻ ടു ദ പബ്ലിക്. നമ്മുടെ ശരി എന്താണെന്നുള്ളത് ജനത്തിനോട് നമ്മൾ അറിയിക്കുന്ന ഒന്നാണ്. എക്സ്പ്ലെയിൻ എത്തിക്കൽ ചോയ്സസ് ആൻഡ് പ്രോസസ്സസ് ടു audience. Encourage civil dialogue with the public about journalist practices, coverage and news content. ജേർണലിസ്റ്റിന്റെ ചോയ്സ് അത് എന്തുകൊണ്ടാണ്, അതിന്റെ ഒരു ജസ്റ്റിസ് എപ്പോഴും നമുക്ക് നിലനിർത്താൻ സാധിക്കണം, ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കണം. റെസ്പോണ്ട് ക്വിക്ലി ടു ക്വസ്റ്റ്യൻസ് അബൌട്ട് ആക്യുറസി, ക്ലാരിറ്റി ആൻഡ് ഫെയർനെസ്. നിങ്ങൾക്ക് എവിടുന്നാണ്, എന്താണ്, ഇതെല്ലാം ചിലപ്പോൾ ജനം ക്വസ്റ്റ്യൻ ചെയ്യും. അത് നമുക്ക് പറയേണ്ട സമയത്ത് പറയേണ്ടടുത്താണെങ്കിൽ അത് പറഞ്ഞിരിക്കണം. അക്നോളജ് മിസ്റ്റേക്സ്. നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് ഉണ്ടായാലും അത് പറയണം. തെറ്റ് പറ്റിപ്പോയി ആൻഡ് കറക്റ്റ് ദം പ്രോംപ്റ്റ്ലി. അത് തിരുത്തണം. ആൻഡ് എക്സ്പ്ലെയിൻ കറക്ഷൻസ് ആൻഡ് ക്ലാരിഫിക്കേഷൻസ് ക്ലിയർലി ആൻഡ് കെയർഫുള്ളി. ഒരാളെ ടെറർ സസ്പെക്ട് ആയിട്ട് നമ്മൾ പറഞ്ഞു, അയാളെ ലേബൽ ചെയ്യാണ്. ഹിസ് ക്വസ്റ്റ്യൻ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തത്, ക്യാൻ ദ മീഡിയ ബ്രിങ് ബാക്ക് മൈ ഓണർ, ആസ്ക് രാജസ്ഥാൻ മാൻ ബ്രാൻഡഡ് ടെറർ സസ്പെക്ട്. അല്ലെ, ഇതുപോലത്തെ ഒരുപാട് ലേബലിംഗ് ഇസ് ഹാപ്പനിങ്. ഒരിക്കലും തിരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല ഒരു വ്യക്തിയെ നമ്മൾ മോശക്കാരനാക്കി കഴിഞ്ഞു. അതുകൊണ്ട് ബി ഓൾവേസ് അലർട്ട്, വിജിലന്റ് ആൻഡ് കെയർഫുൾ when you write a story, when you picturize a person, when you label a person. Always expose unethical conduct in journalism, including within their organization. Unethical practices നടന്നാൽ അത് എക്സ്പോസ് ചെയ്യാനുള്ള ധൈര്യം വേണം. ആൻഡ് abide by the same standard and they expect of others. അപ്പൊ മീഡിയ എത്തിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. ലാസ്റ്റ് കുറച്ച് സ്പീഡിൽ പോകേണ്ടി വന്നു. അപ്പൊ നിങ്ങൾക്ക് റെഫറൻസിന് വേണ്ടുന്ന 3 ടെക്സ്റ്റ് ബുക്സ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ഗൈഡ് ഫോർ പ്രൊഫഷണൽ കോണ്ടാക്റ്റിനാണ് മീഡിയ എത്തിക്സ്. ദെൻ ജോൺ സി മെറിലിന്റെ നല്ല ഒരു ബുക്കാണ് ജേർണലിസം എത്തിക്സ്. ദെൻ മീഡിയ എത്തിക്സ് കേസസ് ആൻഡ് മോറൽ റീസണിങ് കഫേർഡ് ക്രിസ്ത്യൻസിന്റെ ആണ്. ഇതുപോലത്തെയൊക്കെയുള്ള ബുക്സ് നിങ്ങൾക്ക് നന്നായിട്ട് റെഫർ ചെയ്ത് വായിച്ച് മനസ്സിലാക്കി നോട്ട്സ് ഒക്കെ ഉണ്ടാക്കി അപ്പൊ ലൈഫിൽ ഒരു ഗൈഡ് ലൈൻ പോലെ എത്തിക്സ് എന്നും നിൽക്കും എന്നുള്ളതാണ്. ഇതും റെഫറൻസ് മെറ്റീരിയൽസ് പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ കോഡ് ഓഫ് എത്തിക്സിന്റെ റെഫറൻസ് മെറ്റീരിയൽസ് ആണ്. ഇത് നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. ദെൻ നമുക്ക് ഒന്നേ പറയാനുള്ളൂ, the sole aim of journalism should be service. നമ്മൾ സേവനം അനുഷ്ഠിക്കുക, സമൂഹത്തിന് വേണ്ടി, സൊസൈറ്റിക്ക് വേണ്ടി, രാജ്യത്തിന് വേണ്ടി, നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി, നമ്മുടെ ലോകത്തിന് വേണ്ടി സേവനം അനുഷ്ഠിക്കുന്നവർ മാത്രമാണ് ഒരു ജേർണലിസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ജേർണലിസം എന്ന് പറയുന്നത് അതിന് നമ്മൾ തയ്യാറായിരിക്കണം. ഓക്കെ, ഇനി ഒരു ചെറിയ ഗൈഡ് ലൈൻ നിങ്ങളുടെ പ്രോജക്റ്റ് എങ്ങനെ ചെയ്യണം എന്നുള്ളത് കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. ഒരു 5 minutes കൂടി വേണം. ഇത് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കി തരണമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇരിക്കുന്നത്. സോ ഇതൊരു മിനി പ്രോജക്റ്റ് ആണ് ഞാൻ പറയുന്നത് നിങ്ങളോട്. ഇത്രയും നേരം നമ്മൾ എത്തിക്സ് എന്താണ്, അതെങ്ങനെ ക്വാളിറ്റി ഓഫ് ജേർണലിസം, ക്രെഡിബിലിറ്റി കൂട്ടും, ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇവിടെ ഞാൻ കണ്ടെത്തിയ കുറെ എക്സാമ്പിൾസ് നിങ്ങൾ കണ്ടു കാണും. സെയിം തിങ് നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ അതൊരു മിനി റിസർച്ച് പ്രോജക്റ്റ് പോലെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അസസ്മെന്റ് ഓഫ് എത്തിക്കൽ വയലേഷൻ ഇൻ ന്യൂസ് ചാനൽസ് ഓർ ന്യൂസ് പേപ്പേഴ്സിൽ ചെയ്യാം. എല്ലാവർക്കും ചിലപ്പോൾ വാർത്ത കാണാൻ സമയം കിട്ടിയില്ല എന്നിരിക്കും. പക്ഷെ ന്യൂസ് പേപ്പർ ചെയ്യുമ്പോൾ നല്ല ഈക്വലി നിൽക്കുന്ന 2 ന്യൂസ് പേപ്പർ എടുത്തിട്ട് വേണം ചെയ്യാൻ.
ന്യൂസ് ചാനൽസ് ചെയ്യുമ്പോൾ, ഒരു എക്സാമ്പിൾ ഞാൻ പറയാം, ന്യൂസ് ചാനൽസ് ചെയ്യുമ്പോൾ മാതൃഭൂമി, മനോരമ. അതല്ല നിങ്ങൾ പാർട്ടി ചാനൽസ് എടുക്കുവാണെങ്കിൽ അത് രണ്ടും എടുക്കണം. എപ്പോഴും ഒരു സ്റ്റാൻഡേർഡ് ഉള്ള, ആ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് പോകുന്ന ഒരു ലെവലിൽ പോകുന്ന ചാനൽസ് എടുക്കും. ഓക്കെ, എന്നിട്ട് അത് ഒരു 7 days നിങ്ങൾ മോണിറ്റർ ചെയ്യും. Do the content analysis of prime time news or newspapers. Monitor for 7 days. 7 ദിവസം നന്നായിട്ട് നോക്കുക. And start preparing the report. ഇനി കണ്ടന്റ് ഓഫ് ദ റിപ്പോർട്ട് 5 to 7 pages വേണം. ഒരുപാടൊന്നും വേണ്ട. നിങ്ങൾ എന്താണ് കണ്ടെത്തിയത്? നിങ്ങൾ ഒരു റിസർച്ച് പേപ്പറിൽ ഒരു മിനി പ്രോജക്റ്റ് നിങ്ങൾ എങ്ങനെ പ്രസന്റ് ചെയ്യും, അതാണ് ഇവിടെ പറയുന്നത്. സോ എയിം, എന്താണ് നിങ്ങളുടെ എയിം? ഇവിടെ എന്താണ് നമ്മുടെ പ്രോജക്റ്റിന്റെ എയിം എന്ന് പറയുന്നത്? എന്താ പറയുക? To find out the unethical or ethical violation, unethical practices or ethical violation is happening in any of the media. Your choice of newspaper, 2 newspaper or 2 news channels. Adana. Then objective endana? Find out biased or unbiased. Then second one is unethical practices followed by the advertisements or paid, or whether paid oriented. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടോ? Whether agenda setting is happening in news or not. ഇപ്പൊ ഇലക്ഷൻ നടക്കുന്ന സമയം നിങ്ങൾക്ക് നന്നായിട്ട് ശ്രദ്ധിക്കാവുന്ന കാര്യങ്ങളാണ് വാർത്തകൾ. അപ്പൊ ഇത് ആൻഡ് ഇൻട്രൊഡക്ഷൻ വരുമ്പോൾ എന്തൊക്കെ വേണം? ജനറൽ ഇൻട്രൊഡക്ഷൻ വരണം. അതിനകത്ത് ജനറൽ ആയിട്ട് ടോപ്പിക് എന്താണ്, അതിന്റെ അത്തരം കാര്യങ്ങൾ. ദെൻ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ, എന്താണ് അവിടെ സിമിലർ ടൈപ്പ് ഓഫ് സ്റ്റഡി നടത്തിയിട്ടുണ്ട്, കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് റെഫർ ചെയ്തിട്ട് അതിന്റെ കുറച്ച് റിവ്യൂ ചെയ്ത്. ദെൻ ടൈപ്പ് ഓഫ് സ്റ്റഡി, നിങ്ങൾ എന്ത് ടൈപ്പ് ഓഫ് സ്റ്റഡിയാണ് ഇവിടെ അഡോപ്റ്റ് ചെയ്യുന്നത്? ക്വാളിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അതിന്റെ കണ്ടന്റ് അനലൈസ് ചെയ്യുന്ന, അതിന്റെ ചില പാരാമീറ്റേഴ്സ് ഒക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒബ്ജക്റ്റീവ് എയിമും ഒക്കെ ഇന്റന്റ് ചെയ്യുന്ന പാരാമീറ്ററുമായിട്ട് ഒത്തുപോകുന്ന ഒന്നാണോ, അതുമായിട്ട് അതിന്റെ പോസിറ്റീവ് റിസൾട്ട് നെഗറ്റീവ് സൈഡ് കണ്ടെത്തുന്ന ഒന്നാണ് അവിടെ കണ്ടന്റ് അനാലിസിസ് അല്ലെ ക്വാളിറ്റേറ്റീവ് അനാലിസിസ് വരുന്നത്. അതേസമയം ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് വരുമ്പോൾ സർവേ മെത്തേഡോ ഫിഗേഴ്സ് ഒക്കെ ഡേറ്റ ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ്ലി നമ്മൾ അനലൈസ് ചെയ്ത് നമ്മൾ അതിനെ ഒരു ഡേറ്റ അനാലിസിസ് ആക്കി ഫൈൻഡിങ്സ് ഓഫ് ദ സ്റ്റഡി കണ്ടെത്തുന്നത്. അതിന്റെ റിസൾട്ട് നമുക്ക് ഫൈൻഡിങ്സ് ഓഫ് ദ സ്റ്റഡിയിൽ നമുക്ക് അതിന്റെ റിസൾട്ട് നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാൻ സാധിക്കുന്നത് ഫൈൻഡിങ്സിലാണ്. ആ റിസൾട്ട് നമ്മൾ ന്യൂസിൽ വയലേഷൻ ഉണ്ടെങ്കിൽ എത്ര ശതമാനം വയലേഷൻ, അതൊരു കൃത്യമായ ഫിഗർ ആയിരിക്കണം. അപ്പൊ അത് കറക്റ്റ് ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഓപ്പൺ എൻഡഡ് ആണോ ക്ലോസ്ഡ് എൻഡഡ് ആണോ അത് നിങ്ങളാണ് ഡിസൈഡ് ചെയ്യുന്നത്. യെസ് ഓർ നോ വേണോ? ക്ലോസ്ഡ് എൻഡഡ് ആവുമ്പോൾ യെസ് ഓർ നോ ആയിരിക്കും. മറ്റേത് ഓപ്പൺ എൻഡഡ് ആവുമ്പോഴത്തേക്ക് അത് കാണുന്നത് നിങ്ങൾ ഇങ്ങനെ ഒരു പെയ്ഡ് ന്യൂസ് കണ്ടു, അത് കണ്ടെങ്കിൽ അത് ഏത് പ്രോഡക്റ്റിന്റെ ആയിരുന്നു, എത്ര നേരം കവർ ചെയ്തു, ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ അത് അവര് ആൻസർ ചെയ്യും. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്വസ്റ്റ്യൻസ്. ആൻഡ് ദെൻ ദ കൺക്ലൂഷൻ ആൻഡ് ദെൻ ദ റെഫറൻസസ്. ഇവിടെ നമ്മുടെ ഗോൾ ഓഫ് അവർ സ്റ്റഡി, നമ്മുടെ ഈ സ്റ്റഡിയുടെ ഗോൾ എന്താണെന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഒന്ന്, ethical violation occurring or not. Identify any propaganda is happening. Any bias in communication is happening. Revealing any differences in communication. Analyze any of the content have some consequences, then such as flow of information or impact on audience.